ഹലോ ഓൾ, വെൽക്കം ടു ഏജസ് അക്കാദമി. എല്ലാവരുടെയും റിവിഷൻ ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നുണ്ട് അല്ലേ? അപ്പൊ എല്ലാവരും നന്നായി പഠിക്കണം. നമുക്കൊരു 30 ദിവസം നമുക്ക് വേറെ എല്ലാ തിരക്കൊക്കെ ഒന്ന് മാറ്റി വെച്ച് നമ്മുടെ പഠിപ്പിൽ മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. കാരണം നമുക്കൊരു 30 ദിവസം നമ്മുടെ എല്ലാ എഫേർട്ടും ഒന്ന് കൊടുത്തൊന്ന് നല്ല രീതിക്ക് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ എക്സാം ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഓൾറെഡി നമ്മുടെ സെൽഫ് റിവിഷൻ നിങ്ങളുടെ കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ എന്നുള്ള ഭാഗത്തെ ബാക്കി ഡിസ്കഷനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസും ഈ ഭാഗത്തോടനുബന്ധപ്പെട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ തിയറി പഠിച്ചു കഴിഞ്ഞ് ഇനി അതിന്റെ MCQസും അതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ആ ഭാഗത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് ഈ എക്സാം ഒക്കെ നമുക്ക് ഫേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എക്സാം ഈസി ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിന് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഏത് ഭാഗത്ത് ഏത് ഡൗട്ട് ആണെങ്കിലും നമ്മൾ ഏത് നേരത്തെ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മളത് ക്ലിയർ ചെയ്ത് തരും. എഡ്യൂസ് ടീം എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും കൂടെ തന്നെ കാണും. അപ്പോൾ ഇനിയും തുടർന്ന് എല്ലാവരും നന്നായി പഠിക്കുക. അപ്പോൾ നമ്മുടെ ജനറൽ മൈക്രോബയോളജിയിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് ജനറൽ മൈക്രോബയോളജി. അപ്പോൾ നമ്മുടെ ഹിസ്റ്ററി, അതിന്റെ സ്കോപ്പ് ഓഫ് മൈക്രോബയോളജി, അതുപോലെ ലാബ് സേഫ്റ്റി, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ലാബിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് എന്താ ചെയ്യുക? ആ ഭാഗമൊക്കെ സ്റ്റെറൈൽ ആയിരിക്കണം. നമ്മൾ ഡിസ്ഇൻഫെക്ഷൻ ഒക്കെ യൂസ് ചെയ്ത് എന്താണ് പ്രോപ്പർ ആയിട്ടൊരു ഹൈജീനിക് ആയിട്ടുള്ള വേ ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? ആ ഒരു വേയിലാണ് നമ്മൾ പോവുക. അപ്പോ അതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി. തിയറി പാർട്ട് കഴിഞ്ഞാണ്, നിങ്ങൾ സെൽഫ് റിവിഷനും ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് ആ ഭാഗത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷോർട്ട് പോയിന്റ്സും ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ വൈകിക്കുന്നില്ല, നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ ആണ്. ഫസ്റ്റ്, സ്റ്റെറിലൈസേഷന്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ഓൾ മൈക്രോബിയൽ ലൈഫ് ഇൻക്ലൂഡിങ് സ്പോർട്സ്. അതാണ് സ്റ്റെറിലൈസേഷൻ. നമ്മൾ ലാബിൽ നമ്മൾ വർക്ക് ആണെങ്കിലും നമ്മൾ മീഡിയ ആണെങ്കിലും ഗ്ലാസ് വൈസ് അതൊക്കെ നമ്മൾ സ്റ്റെറൈൽ ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ് അല്ലേ? അപ്പൊ അതിലൂടെ നമ്മൾ എന്താണ് ഉറപ്പാക്കുന്നത്? അവിടെ എല്ലാ മൈക്രോബിയൽ ലൈഫും അതുപോലെ തന്നെ ഇൻക്ലൂഡിങ് സ്പോർ വരെ അവിടെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് കില്ലാവുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താണ് ചെയ്യുന്നത്. ഡിസ്കവേർഡ് ബൈ ലൂയിസ് പാസ്റ്റർ ആണ് സ്റ്റെറിലൈസേഷൻ ഡിസ്കവർ ചെയ്തത്. ഇറ്റ്സ് ക്രെഡിറ്റഡ് വിത്ത് പിയറിംഗ് ദ കോൺസെപ്റ്റ് ഓഫ് സ്റ്റെറിലൈസേഷൻ. അപ്പൊ ലൂയിസ് പാസ്റ്റർ ആണ് ഇത്രയും വലിയൊരു മൂവ്മെന്റ് കണ്ടുപിടിച്ചത് ലൂയിസ് പാസ്റ്റർ ആണ്. അദ്ദേഹത്തിന്റെ കീ കോൺട്രിബ്യൂഷൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം, പാസ്റ്ററൈസേഷൻ. നമ്മൾ ഹിസ്റ്ററി പഠിച്ച സമയത്ത് ലൂയിസ് പാസ്റ്ററെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് അല്ലെ? ഹിസ് വർക്ക് ഓൺ പാസ്റ്ററൈസേഷൻ ഇറ്റ്സ് എ ഫോം ഓഫ് പാർഷ്യൽ സ്റ്റെറിലൈസേഷൻ ആണ്. ആൻഡ് ഹിസ് എക്സ്പെരിമെന്റ് ഷോയിങ് ദാറ്റ് ഹീറ്റ് കുഡ് kill microorganism laid the foundation for modern sterilization technique. ഇദ്ദേഹം എന്താ പറയണേ? മൈക്രോഓർഗാനിസം ഒക്കെ സ്റ്റെറിലൈസേഷൻ വഴി അവിടെ കില്ലാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലെ? ദെൻ ഇത് നമ്മളൊരു സ്റ്റെറിലൈസേഷൻ ടെക്നിക്കിലോട്ട് ഇദ്ദേഹത്തിന്റെ പാസ്റ്ററൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വഴിത്തിരിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി മെത്തേഡ് നോക്കുകയാണെങ്കിൽ ഓട്ടോക്ലേവ് ഉണ്ട്. ഓട്ടോക്ലേവ് ഒരു മോയിസ്റ്റ് ഹീറ്റ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്, ഇതെല്ലാം ഓർത്ത് വെക്കണം. Autoclave is a moist heat. മോയിസ്റ്റ് ഹീറ്റ് മറക്കരുത്. നമ്മളിപ്പോൾ റിവിഷൻ നമ്മൾ തുടങ്ങിയല്ലോ അല്ലെ? നമ്മൾ ഈ റിവിഷന്റെ ഈ ക്ലാസ്സോട് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിനോടൊപ്പം തന്നെ പഠിച്ച് പോകണം. കാരണം ഇനി ഈ ടോപ്പിക്ക് പഠിക്കാനായിട്ട് നിങ്ങൾ ഇനി വേറൊരു സമയം മാറ്റി വെക്കേണ്ടതില്ല. നമുക്ക് ഇവിടെ തന്നെ പഠിച്ച് പോകാം. ഓക്കെ, അപ്പം ഒരുമിച്ച് പഠിക്കുകയാണ് അല്ലെ? അപ്പൊ ഓട്ടോക്ലേവ് എന്താണ്? മോയിസ്റ്റ് ഹീറ്റ് ആണ്. നമുക്കറിയാം മോയിസ്റ്റ് ഹീറ്റ് ആണ്. സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അതുപോലെ മീഡിയ, നമ്മൾ ലാബിൽ കൾച്ചർ മീഡിയ എല്ലാം സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഓട്ടോക്ലേവ് വഴിയാണ് അല്ലെ? നമുക്കറിയാവുന്നതാണ്. ദെൻ ഹോട്ട് എയർ ഓവൻ, ഗ്ലാസ് വെയർസ്, മെറ്റൽ ടൂൾസ്, നമ്മൾ പെട്രി പ്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ. പെട്രി പ്ലേറ്റ് നമ്മൾ ഓട്ടോക്ലേവിൽ കവറൊക്കെ കെട്ടി വെക്കണേക്കാളും അപ്പൊ അത് ഇത്തിരി മോയിസ്ചറൈസ്, കുറച്ച് വെള്ളം അങ്ങനെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ നമ്മളൊരു ഈ ഹോട്ട് എയർ ഓവൻ ഒരു ഗ്ലാസ് ഈ പെട്രി പ്ലേറ്റ് വെക്കാനായിട്ട് ഒരു ഇതുണ്ട്, ഇതുപോലെ നമ്മളൊരു ചെറിയൊരു പാത്രം പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്, ഒരു സ്റ്റീലിന്റെ. അപ്പൊ അതിലുള്ള നമ്മൾ ഗ്ലാസ് വെയർസ് അതുപോലെ തന്നെ ഈ പെട്രി പ്ലേറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ലാബിലൊക്കെ സ്റ്റെറിലൈസ് ചെയ്ത് വന്നിരുന്ന രീതികൾ നമ്മൾ അതില്ലാത്ത കണ്ടീഷനിൽ നമ്മൾ ഓട്ടോക്ലേവ് വെച്ചും ചെയ്യാറുണ്ട്. പക്ഷെ കണ്ടാമിനേറ്റഡ് ആവാൻ ചാൻസ് കൂടുതലാണ്. കാരണം ഈ പെട്രി പ്ലേറ്റ് ഒക്കെ, കാരണം നമുക്കറിയാം ഓട്ടോക്ലേവിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുക അല്ലെ? മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡാണ്. അപ്പൊ എന്താണ് നമ്മൾ 121 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ് 15 LBBS അത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അത് വെച്ച് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ കണ്ടാമിനേഷൻ, കാരണം ഈ പെട്രി പ്ലേറ്റ് ഇപ്പൊ കവറിന്റെ ഉള്ളിലായിരിക്കും നമ്മൾ പെട്രി പ്ലേറ്റ് വെക്കുക അല്ലെ? അപ്പൊ അതിനുള്ളിൽ എന്തുണ്ടാവും? ഈ വെള്ളമൊക്കെ മോയിസ്ചറൈസർ ആയിട്ട് കുറച്ച് കണ്ടാമിനേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഹോട്ട് എയർ ഓവൻ ആണ് മികച്ച ഒരു മെത്തേഡ് ഈ ഗ്ലാസ് വെയർ, മെറ്റൽ ടൂൾസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി. ദെൻ ഫിൽട്രേഷൻ നോക്കുകയാണെങ്കിൽ ഹീറ്റ് സെൻസിറ്റീവ് ലിക്വിഡ്,
അതായത് വാക്സിൻസ് പോലുള്ള ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ലിക്വിഡ്, അത് ഭയങ്കര ഹീറ്റ് സെൻസിറ്റീവ് ആണല്ലേ, അപ്പൊ അത് നമുക്ക് ഹോട്ട് എയർ ഓവനിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഓട്ടോക്ലേവിലൊന്നും വെച്ച് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഹീറ്റ് സെൻസിറ്റീവ് ആണ്, അത് അതിന്റെ സ്ട്രക്ചർ ഒക്കെ മാറിപ്പോവും, അതായത് ഡിസ്ട്രപ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫിൽട്രേഷൻ യൂസ് ചെയ്തിട്ടാണ് സ്റ്റെറൈൽ ചെയ്ത് പോരുന്നത്. ദെൻ റേഡിയേഷൻ, ഗാമ റേസ്, മെഡിക്കൽ സപ്ലൈസസ്, UV ലൈറ്റ്, സർഫസ്, ഇതാണ് മെയിൻ ആയിട്ടുള്ള നമ്മളെ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് പറയുന്നത്. ഓട്ടോക്ലേവ് എന്തായിരുന്നു? മോയിസ്റ്റ് ഹീറ്റ്. ഹോട്ട് എയർ ഓവൻ എന്തായിരുന്നു? ഡ്രൈ ഹീറ്റ്. ഓക്കെ, മറക്കരുത്, ഓട്ടോക്ലേവ് മോയിസ്റ്റ് ഹീറ്റ് ആണ്, ഹോട്ട് എയർ ഓവൻ ഡ്രൈ ആണ്, ഡ്രൈ ഹീറ്റ് ആണ്. ഓക്കെ, ദെൻ ഫിൽട്രേഷൻ, റേഡിയേഷൻ. ഇനി ഡിസ്ഇൻഫെക്ഷൻ നോക്കുകയാണെങ്കിൽ അതിന്റെ ഡെഫിനേഷൻ നമുക്ക് നോക്കാം. എലിമിനേഷൻ ഓഫ് മോസ്റ്റ് പാത്തോജനിക് മൈക്രോ ഓർഗാനിസം, നോട്ട് സ്പോർട്സ്. നമ്മൾ സ്റ്റെറിലൈസേഷൻ പറഞ്ഞു, നമ്മൾ എല്ലാ മൈക്രോബിയൽ ലൈഫിനെയും അവിടെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, ഇൻക്ലൂഡിങ് സ്പോർട്സ് ആണ്. പക്ഷെ ഡിസ്ഇൻഫെക്ഷനിലെ സ്പോർട്സിനെ കിൽ ചെയ്യുന്നില്ല, അതിനെ റിമൂവ് ചെയ്യുന്നില്ല. ഇറ്റ്സ് ഡിസ്കവേർഡ് ബൈ ജോസഫ് ലിസ്റ്റർ. ജോസഫ് ലിസ്റ്റർ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു അദ്ദേഹം? ആന്റിസെപ്റ്റിക് സർജറി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഫാദർ ഓഫ് ആന്റിസെപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജോസഫ് ലിസ്റ്റർ ആയിരുന്നു. ലൂയിസ് പാസ്റ്റർ ആരായിരുന്നു? ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി ആയിരുന്നു അല്ലെ, മറന്നിട്ടില്ലല്ലോ അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ലൂയിസ് പാസ്റ്റർ കണ്ടുപിടിച്ചിട്ടുള്ള 2 വാക്സിൻസ് ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? റാബിസ് വാക്സിനും ആന്ത്രാക്സ് വാക്സിനും കണ്ടുപിടിച്ചത് ലൂയിസ് പാസ്റ്റർ ആണ്, മറക്കരുത്. നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ ബാക്കി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് കണക്ട് ചെയ്ത് പോവാട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചു വരാം, നമ്മുടെ ഡിസ്ഇൻഫെക്ഷനിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇദ്ദേഹമാണ് ഫാദർ ഓഫ് ആന്റിസെപ്റ്റിക് സർജറി എന്ന് പറയുന്നത്. ഡിസ്ഇൻഫെക്ഷന്റെയും ഫാദർ എന്നറിയപ്പെടുന്നത് ജോസഫ് ലിസ്റ്റർ ആണ്. ജോസഫ് ലിസ്റ്റർ ആണ്. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന്റെ കീ കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഹി ഇൻട്രൊഡ്യൂസ് എന്താണ്? കാർബോളിക് ആസിഡ്. കാർബോളിക് ആസിഡ് ഫിനോൾ ആസ് എ disinfectant in surgical procedure, drastically reducing the prospective infections, and his work is transformed surgical practices worldwide. കാരണം ഒരു സർജറി നടന്നു കഴിഞ്ഞിട്ട് അവിടെയുള്ള നമ്മൾ എപ്പോഴും ഒരു വൂണ്ടൊക്കെ നമ്മൾ എപ്പോഴും ക്ലീൻ ആയിട്ട് വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ ആ സർജറി നടന്നു കഴിഞ്ഞിട്ട് ആ വൂണ്ടിൽ വേറെ ക്രോസ് ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ട് കുറച്ചുകൂടി നമ്മുടെ സിവിയർ ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഈ ഡിസ്ഇൻഫെക്ഷന് സാധിച്ചു. അപ്പൊ അതന്നെ നമ്മളൊരു ഹെൽത്ത് ഫീൽഡില് എന്താ പറയുക, അത്രയും നല്ലൊരു വളരെ വലിയൊരു മൂവ്മെന്റ് ആണ് അദ്ദേഹം നടത്തിയത്. അത് വേൾഡ് വൈഡ് ആയിട്ട് അത് യൂസ് ചെയ്ത് പോന്നു. കാരണം അത്രയും നല്ലൊരു ഇതാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്, അത്ര നല്ലൊരു മെത്തേഡാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. കാരണം സർജറി കഴിഞ്ഞിട്ട് ബാക്കി ഇൻഫെക്ഷൻ ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ, കാരണം അന്നത്തെ കാലത്ത് അത് വളരെ വലിയൊരു മൂവ്മെന്റ് ആയിരുന്നു. അദ്ദേഹം കണ്ടുപിടിച്ചത്, അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരുന്നു ഫിനോൾ, കാർബോളിക് ആസിഡ് ആയിരുന്നു. ദെൻ ഇനി മെത്തേഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ ആൽക്കഹോൾ. ഇനി വേറെ ഡിസ്ഇൻഫെക്ഷൻസ് നമുക്ക് പരിചയപ്പെടാം. ഡിസ്ഇൻഫെക്റ്റന്റ്, ആൽക്കഹോൾ, സ്കിൻ ആന്റിസെപ്റ്റിക് ആയിട്ടും സർഫസ് ക്ലീനിങ്ങിനായിട്ട് യൂസ് ചെയ്യും. നമ്മൾ ആൽക്കഹോളൊക്കെ നമ്മൾ കൊറോണ സമയത്ത് നമുക്കറിയാം അല്ലെ, സാനിറ്റൈസർ ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ ലാബിലും ആൽക്കഹോൾ ഉപയോഗിച്ച് നമ്മൾ വൈപ്പ് ചെയ്യുക, നമ്മുടെ വർക്ക് ബെഞ്ചസ്, അതുപോലെ നമ്മളെ കൈ, അതൊക്കെ നമ്മൾ സർഫസ് ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെ കൈയും അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ 70% ഓഫ് എത്തനോൾ നമ്മൾ വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമുക്കറിയാം, നമ്മൾ ലാബിൽ ചെയ്തു വരുന്നതാണ്. ദെൻ ക്ലോറിൻ വാട്ടർ ഡിസ്ഇൻഫെക്ഷൻ ദെൻ സർഫസ് ക്ലീനിങ്. ക്ലോറിനും ഇതുപോലെ തന്നെ സർഫസ് ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ വാട്ടർ ഡിസ്ഇൻഫെക്ഷൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മളിപ്പോ ഈ നമ്മള് കിണറല്ലാതെ നമ്മൾ ഈ പൈപ്പ് ലൈൻ വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഒരു ക്ലോറിന്റെ ചുവ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ഒരു ഡിസ്ഇൻഫെക്ഷൻ രീതിയാണ്, വാട്ടർ ഡിസ്ഇൻഫെക്റ്റന്റ് ആണ്. അത് ക്ലോറിൻ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ ഒരു അമ്യൂസ്മെന്റ് പാർക്സ് ഒക്കെ, ഇപ്പൊ വണ്ടർല, ഡ്രീം വേൾഡ്, അങ്ങനെയുള്ള അമ്യൂസ്മെന്റ് പാർക്കിലും അവിടുത്തെ വെള്ളത്തിനും ഒരു ക്ലോറിന്റെ ഒരു ഇതുണ്ടായിരിക്കും, സ്മെല്ലോ, അല്ലെങ്കിൽ നമ്മുടെ മുക്കിലും വായിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു ക്ലോറിന്റെ ഒരു ഇതുണ്ടാവാറുണ്ട്. അപ്പൊ അതൊക്കെ ഒരു വാട്ടർ ഡിസ്ഇൻഫെക്ഷൻ രീതിയാണ്. കാരണം അമ്യൂസ്മെന്റ് പാർക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാരണം ഒരുപാട് ആൾക്കാർ വന്ന് പോകുന്നതാണ് അല്ലെ. നമ്മളൊക്കെ ഉപയോഗിച്ചിട്ട് അത് വൃത്തികേടാവും. പക്ഷെ എന്നിരുന്നാലും ഫസ്റ്റ് അവർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന, നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ അത് അവർ പ്രോപ്പറായിട്ട് ഡിസ്ഇൻഫെക്ഷൻ ഒക്കെ ചെയ്തിട്ടുള്ള വെള്ളമായിരിക്കും. അതുപോലെ നമുക്ക് പൈപ്പ് ലൈൻ ഒക്കെ വഴി കിട്ടുന്നതും പ്രോപ്പറായിട്ട് അവർ ഡിസ്ഇൻഫെക്ഷൻ ചെയ്ത വെള്ളമായിരിക്കും കിട്ടുന്നത്. അപ്പൊ ക്ലോറിൻ യൂസ് ചെയ്തിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. ദെൻ ഹൈഡ്രജൻ പെറോക്സൈഡ് നോക്കുകയാണെങ്കിൽ wound cleansing then surface disinfection. ഹൈഡ്രജൻ പെറോക്സൈഡും ഈ പറഞ്ഞ പോലെ wound cleanse, നമ്മൾ എന്തെങ്കിലും wound ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ നെഗൊക്കെ, കുഴിനകം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2 യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ എന്താ ഉണ്ടാവുക, അതിങ്ങനെ പതഞ്ഞ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവായിരിക്കും, അതിങ്ങനെ പതഞ്ഞ് പോണ് കാണാം. അപ്പം അതും ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സർഫർ ഡിസ്ഇൻഫെക്ഷൻ ആണ്. ദെൻ ബോയിലിംഗ്,
കിച്ചൺ യൂട്ടൻസിൽസ്, വാട്ടർ നമ്മൾ ബോയിൽ ചെയ്യാറുണ്ട് അല്ലെ, നമ്മൾ വീട്ടിലൊക്കെ വെള്ളം നമ്മൾ തിളപ്പിച്ച് കുടിക്കലുണ്ട്. അതുപോലെ തന്നെ കിച്ചൺ യൂട്ടൻസിൽ നമ്മൾ ഇപ്പൊ കുട്ടികൾക്കുള്ള ബോട്ടിൽ അതൊക്കെ നമ്മൾ കുറച്ചും കൂടി സ്റ്റെറൈലായിട്ട് കീപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ നമ്മളും അതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അതും ബോയിലിങ്ങും ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഡിസ്ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഡിസ്ഇൻഫെക്ഷനിൽ പറയാനുള്ളത്. ആരായിരുന്നു? ജോസഫ് ലിസ്റ്റർ ആണ് ഡിസ്കവർ ചെയ്തത്. ഇനി മെയിൻ ആയിട്ട് ഫസ്റ്റ് ഡിസ്കവർ ചെയ്ത് കാർബോളിക് ആസിഡ് ആണ്, ഫിനോൾ ആണ്. ദെൻ നമ്മൾ ഇനി യൂസ് ചെയ്യുന്ന വേറെ മെത്തേഡുകൾ നമ്മൾ പരിചയപ്പെട്ടു. ആൽക്കഹോൾസ് ഉണ്ട്, ക്ലോറിൻസ് ഉണ്ട്, ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ട്, ദെൻ ബോയിലിംഗ്. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് ഡിസ്ഇൻഫെക്ഷനിൽ വരുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് സ്റ്റെറിലൈസേഷനും ഡിസ്ഇൻഫെക്ഷനും തമ്മിലുള്ളൊരു കമ്പാരിസൺ നോക്കാം. ഓക്കെ, നമ്മൾ ടേബിൾ ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും അല്ലെ. അപ്പൊ ഫസ്റ്റ് ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് മൈക്രോ ഓർഗാൻസ് ആണ് സ്റ്റെറിലൈസേഷൻ വരുന്നത്. ദെൻ എലിമിനേഷൻ, ഇത് സ്പോറിനെ ഒന്നും കില്ല് ചെയ്യുന്നില്ല അല്ലെ. സ്റ്റെറിലൈസേഷൻ കില്ല് ചെയ്യുന്നുണ്ട്, ഡിസ്ഇൻഫെക്ഷനിൽ സ്പോർ ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, എലിമിനേഷൻ ഓഫ് മോസ്റ്റ് പാത്തോജനിക് മൈക്രോബ്സ്, ഇതാണ് ഫസ്റ്റ് ഡെഫിനിഷൻ പറയാനുള്ളത്. ദെൻ മൈക്രോ ഓർഗാൻസ് നോക്കുകയാണെങ്കിൽ സ്റ്റെറിലൈസേഷൻ ബാക്ടീരിയ, വൈറസ്, ഫംഗി, സ്പോർട്സ് എല്ലാത്തിനെയും നമ്മൾ കില്ല് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇൻ ദ കേസ് ഓഫ് ഡിസ്ഇൻഫെക്ഷനിലെ പാത്തോജൻസിനൊക്കെ കില്ല് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നിരുന്നാലും സ്പോർട്സ് അതിൽ ഇൻക്ലൂഡഡ് അല്ല. ദെൻ മൂന്നാമത്തെ നമുക്ക് മെത്തേഡ്സ് ഏതൊക്കെയാന്ന് നോക്കുമ്പോൾ ഓട്ടോക്ലേവിംഗ് ഉണ്ട്, ഡ്രൈ ഹീറ്റ് ഉണ്ട്, ഫിൽട്രേഷൻ, റേഡിയേഷൻ. അതിൽ ഓട്ടോക്ലേവ് എന്തായിരുന്നു ഓട്ടോക്ലേവിന്റെ ഇത് മോയിസ്റ്റ് ഹീറ്റ് ആണ് അല്ലെ, മറക്കരുത്, മോയിസ്റ്റ് ഹീറ്റ് ആണ്. ഇവിടെയോ ഡ്രൈ ഹീറ്റ് ആണ്, ഇവിടെ ഹോട്ട് എയർ ഓവൻ. ഇവിടെ കെമിക്കൽസ്, ആൽക്കഹോൾ പറഞ്ഞു, ക്ലോറിൻ പറഞ്ഞു. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ബോയിലിംഗ് അതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതാണ് അതിന്റെ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്ത് വരുന്നത്. യു വി ലൈറ്റ് ഒക്കെ ഉണ്ട്. ദെൻ അപ്ലിക്കേഷൻ നോക്കുവാണെങ്കിൽ എന്താണ്? സർജിക്കൽ ടൂൾസ്, കൾച്ചർ മീഡിയ, ഗ്ലാസ് വെയർസ്, അതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ അതൊക്കെയാണ് അതിന്റെ അപ്ലിക്കേഷൻ. അതൊക്കെ നമുക്ക് ഈ മൈക്രോ ഓർഗാൻസിൽ നിന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അപ്ലിക്കേഷൻ സ്റ്റെറിലൈസേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ സർഫസ്, വാട്ടർ, സ്കിൻ, അതൊക്കെ നമുക്ക് മൈക്രോ ഓർഗാനിസം ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ഡിസ്ഇൻഫെക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇഫക്റ്റീവ്നെസ് നോക്കുകയാണെങ്കിൽ ഇത് 100% ഓഫ് മൈക്രോബിയൽ ഡിസ്ട്രക്ഷൻ ആണ്. പക്ഷെ ഇവിടെ മൈക്രോബിയൽ ആ ലോഡ് കുറയ്ക്കുന്നേ ഉള്ളൂ. കണ്ടോ, മൈക്രോബിയൽ ലോഡ് അവിടെ കുറയ്ക്കുന്നേ ഉള്ളൂ. പക്ഷെ കാരണം സ്പോർട്സിനൊന്നും അവർ കില്ല് ചെയ്യുന്നില്ല. അപ്പൊ അതൊരു 100% ഓഫ് മൈക്രോബിയൽ ഡിസ്ട്രക്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു മൈക്രോബിയൽ ലോഡിന്റെ മൊത്തത്തിലൊന്ന് കുറയ്ക്കുന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് അല്ല. ഓക്കെ, കംപ്ലീറ്റ് അല്ല, കാരണം സ്പോർട്സ് അപ്പോഴും അവിടെ അവശേഷിക്കുകയാണ് അല്ലേ. ദെൻ നമുക്ക് ഇന്റൻസിറ്റി നോക്കാം. റിഡ്യൂസ് ഹൈ ടെമ്പറേച്ചർ ഓർ എനർജി ആണ്. ഇവിടെ ലെസ് ഇന്റൻസ് ആണ്, കാരണം കെമിക്കൽ അല്ലെങ്കിൽ മൈൽഡ് ഹീറ്റ് ഒക്കെയാണ്. ഓക്കെ, ഇനി സേഫ്റ്റി കൺസേൺസ് റിക്വയർസ് കെയർഫുൾ ഹാൻഡ്ലിംഗ് ഓഫ് എക്യുപ്മെന്റ്, കെമിക്കൽ എക്സ്പോഷർ റിസ്ക്. കാരണം ഇവിടെ നമ്മൾ ഓട്ടോക്ലേവ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യണം. അതിൽ നമ്മളിപ്പോൾ ഓട്ടോക്ലേവ് ഒക്കെ വെക്കുമ്പോൾ നമ്മളതിൽ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് വെള്ളം ഉണ്ടോ, അല്ലെങ്കിൽ ഇലക്ട്രിക് കണക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. മറ്റേതാണെങ്കിൽ കെമിക്കൽ എക്സ്പോഷർ ഉള്ളത്, ആ റിസ്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ രണ്ടിൻ്റെതായ ഒരു സേഫ്റ്റി കൺസേൺസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് നമുക്കൊരു കമ്പാരിസൺ പറയാനുള്ളൂ. സ്റ്റെറിലൈസേഷനിലും 100% ഓഫ് മൈക്രോബിയൽ ഡിസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ മൈക്രോബിയൽ ലോഡിനെ റിഡ്യൂസ് ചെയ്യുന്നേ. പിന്നെ സ്റ്റെറിലൈസേഷനിൽ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഓട്ടോക്ലേവ്, ഡ്രൈ ഹീറ്റ്, ഫിൽട്രേഷൻ, റേഡിയേഷൻ ഒക്കെ വരുന്നത്. ഇവിടെ നമ്മൾ ആൽക്കഹോൾ, ക്ലോറിൻ പോലുള്ള കെമിക്കൽസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു സർഫസ് സ്റ്റെറിലാക്കാൻ വേണ്ടി, സർഫസ് ക്ലീനിങ് ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ വരുന്നത്. ഇതാണ് നമുക്ക് ടേബിൾ ആക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് മനസ്സിലാവും അല്ലെ. അപ്പൊ ഇതാണ് ജസ്റ്റ് ഒരു കമ്പാരിസൺ. ദെൻ നമുക്ക് ഇനി സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസ്ഇൻഫെക്ഷന്റെ മെത്തേഡ്സ് ആൻഡ് അപ്ലിക്കേഷൻസ് നോക്കാം. അപ്പൊ കുറച്ചധികം ഉണ്ട്, പക്ഷെ സിമ്പിൾ ആണ്. നമുക്ക് ടേബിൾ ആക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, ജസ്റ്റ് ഒന്നുകൂടെ നമ്മൾ റിഫ്രഷ് ചെയ്തിടുന്ന പരിപാടിയാണ് നമ്മൾ നടക്കണേ. അപ്പോൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ പഠിച്ചിട്ടുണ്ടായിരിക്കണം. റിവിഷനും നന്നായിട്ട് തന്നെ ചെയ്യണം. സെൽഫ് റിവിഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങാനും അത് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇതിനോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതോടെ തന്നെ പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് മെത്തേഡ്സ് നോക്കാം. ഫസ്റ്റ് ഓട്ടോക്ലേവിംഗ് എന്താണ്? സ്റ്റെറിലൈസേഷൻ ആണ് അല്ലെ. മോയിസ്റ്റ് ഹീറ്റ് ആണ്. 121 ഡിഗ്രി സെൽഷ്യസ്, അത് 15 LBBS ആ പ്രഷറിൽ 15 മിനിറ്റ് ആണ് നമ്മൾ ഓട്ടോക്ലേവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി അതിന്റെ അപ്ലിക്കേഷൻ നോക്കുവാണെങ്കിൽ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്, അതുപോലെ കൾച്ചർ മീഡിയ, അതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്ടോക്ലേവ് യൂസ് ചെയ്ത് പോരുന്നത്. ദെൻ ഹോട്ട് എയർ ഓവൻ നോക്കുകയാണെങ്കിൽ എന്താണ്? അതും ടൈപ്പ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആണ്. ഡ്രൈ ഹീറ്റ് ആണ്. 160 to 180 ഡിഗ്രി സെൽഷ്യസ് വരെ അത് ഹീറ്റ് ആവും. അപ്പൊ 160 ഡിഗ്രിയിൽ 1 hour ഒക്കെയാണ് അത്
1 hour അല്ലെങ്കിൽ 16 മിനിറ്റ് ഒക്കെയാണ് നമ്മളത് സ്റ്റെറൈൽ ചെയ്യാൻ വേണ്ടി സ്റ്റെറിലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൈം. ഗ്ലാസ് വെയർസ്, മെറ്റൽ ടൂൾസ് എല്ലാമാണ് സ്റ്റെറൈൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഫിൽട്രേഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ് ഫിസിക്കൽ റിമൂവൽ ഓഫ് മൈക്രോബ്സ് ആണ്. ഹീറ്റ് സെൻസിറ്റീവ് ലിക്വിഡ്സ്, ആന്റിബയോട്ടിക്സ്, അതുപോലെ വാക്സിൻസ് ഒക്കെ സ്റ്റെറൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൈക്രോബിൽ ഫ്രീ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിൽട്രേഷൻ ആണ് യൂസ് ചെയ്ത് പോരുന്നത്. ദെൻ UV റേഡിയേഷൻ, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഡിസ്ഇൻഫെക്ഷൻ. ദെൻ നോൺ അയോണൈസിങ് റേഡിയേഷൻ സർഫസ്, എയർ, വാട്ടർ, സർഫസ്, അതൊക്കെ തന്നെയാണ് നമ്മൾ UV റേഡിയേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. UV റേഡിയേഷൻ ഉപയോഗിച്ച് നമ്മൾ സ്റ്റെറിലാക്കുന്നത്. ദെൻ ഗാമ റേഡിയേഷൻ. ഗാമ റേഡിയേഷൻ ടൈപ്പ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആണ്. അയണൈസിങ് റേഡിയേഷൻ, മെഡിക്കൽ സപ്ലൈസസ്, ഫാർമസ്യൂട്ടിക്കൽസ്, അതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഗാമ റേഡിയേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. കൺഫ്യൂഷൻ ആവരുത്, UV റേഡിയേഷനും ഗാമ റേഡിയേഷനും വേറെ വേറെയാണ്. UV റേഡിയേഷൻ ഡിസ്ഇൻഫെക്ഷൻ ആണ്, ജസ്റ്റ് എയർ, വാട്ടർ, അതിന്റെ സർഫസ് ഒക്കെ നമ്മൾ വാട്ടർ ഫിൽട്ടർ ഒക്കെ വെക്കുമ്പോൾ UV പ്രൊട്ടക്റ്റഡ് അങ്ങനെ നമ്മൾ കാണാറുണ്ട് അല്ലെ. വാട്ടർ ഫിൽട്ടറിന്റെ നമ്മൾ ആ പരസ്യത്തിലൊക്കെ നമ്മൾ UV അവിടെ ഒരു ടിക്ക് കാണാറുണ്ട്, UV റേഡിയേഷൻ ഉപയോഗിക്കുന്നുണ്ട് അവിടെ ഉപയോഗിക്കേണ്ടെന്ന് അങ്ങനെ ഒരു കാണിക്കലുണ്ട്. അപ്പൊ അതൊക്കെ ഒരു ടൈപ്പ് ഓഫ് ഡിസ്ഇൻഫെക്ഷൻ ആണ്. ഗാമ റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ ആണ്. UV റേഡിയേഷൻ ഡിസ്ഇൻഫെക്ഷൻ ആണ്, ഗാമ റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ ആണ്. ഗാമ റേഡിയേഷൻ ഈ മെഡിക്കൽ സപ്ലൈസസ്, ഫാർമസ്യൂട്ടിക്കൽസ്, അതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ആൽക്കഹോൾ, എത്തനോൾ, as a ടൈപ്പ് ഓഫ് ഡിസ്ഇൻഫെക്ഷൻ ആണ്. പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ ആൻഡ് മെംബ്രെയിൻ ഡാമേജ് നടത്തും. അവിടെ ആ മൈക്രോബ്സിന്റെ പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ മൈക്രോബ്സ് സർവൈവ് ചെയ്യും അല്ലെ. അതുപോലെ മെംബ്രെയിൻ ഡാമേജ് ചെയ്യുന്നുണ്ട്. സ്കിൻ ആന്റിസെപ്റ്റിക്, അതുപോലെ സർഫസ് ക്ലീനിങ്, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത്. ദെൻ ക്ലോറിൻ നോക്കുകയാണെങ്കിൽ ബ്ലീച്ച് ആണ്, ഡിസ്ഇൻഫെക്ഷൻ ആണ്. ഓക്സിഡേഷൻ, എൻസൈം ഇനാക്ടിവേഷൻ, ആ മൈക്രോബ്സിന്റെ ഓക്സിഡേഷൻ എൻസൈം ഇനാക്ടിവേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. ദെൻ വാട്ടർ ഡിസ്ഇൻഫെക്ഷൻ, ദെൻ സർഫസ് ക്ലീനിങ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ക്ലോറിൻ ഉപയോഗിക്കുന്നത്. ഇതിനാണ് വാട്ടർ ഡിസ്ഇൻഫെക്ഷനും അതുപോലെ സർഫസ് ക്ലീനിങ്ങിനും. ദെൻ ഹൈഡ്രജൻ പെറോക്സൈഡ്, നമുക്കറിയാം H2O2, അതിനായിരുന്നു അതും ഒരു ഡിസ്ഇൻഫെക്റ്റന്റ് ആണ്, ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. വുണ്ട് ക്ലീനിങ്, അതുപോലെ സർഫസ് ഡിസ്ഇൻഫെക്ഷൻ. നമ്മൾ പറഞ്ഞു നമ്മൾ ആ വുണ്ടിൽ അവിടെ ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പതഞ്ഞ് അങ്ങനെ വരുന്ന കാണുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഇനി 9ാമത്തെ ഫോർമാൽഡിഹൈഡ്. ഫോർമാൽഡിഹൈഡ് ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. ആൽക്കൈലേഷൻ ഓഫ് പ്രോട്ടീൻ ആൻഡ് ന്യൂക്ലിക് ആസിഡ്, മെഡിക്കൽ എക്യുപ്മെന്റ്, എൻഡോസ്കോപ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫോർമാൽഡിഹൈഡ്. അത് ഇമ്പോർട്ടന്റ് ആണ്, ഫോർമാൽഡിഹൈഡ്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദെൻ 10ാമത്തെ അയഡിൻ. ടിൻചർ എന്ന് പറയും. ഡിസ്ഇൻഫെക്ഷൻ ആണ്. പ്രോട്ടീൻ പ്രസിപ്പിറ്റേഷൻ ആണ് സംഭവിക്കുന്നത്. ആ മൈക്രോബ്സിന് പ്രോട്ടീൻ പ്രസിപ്പിറ്റേഷൻ സംഭവിക്കുകയാണ് അവിടെ. സ്കിൻ ആന്റിസെപ്റ്റിക് ആണ്, അതുപോലെ വൂണ്ട് ക്ലീനിങ്ങിനും യൂസ് ചെയ്ത് വരുന്നുണ്ട്. ദെൻ 11ാമത്തെ ബോയിലിംഗ്. അത് ടൈപ്പ് ഓഫ് ഡിസ്ഇൻഫെക്ഷൻ ആണ്. മോയിസ്റ്റ് ഹീറ്റ് ആണ്. കിച്ചൺ യൂട്ടൻസിൽസ്, വാട്ടർ, അതൊക്കെ നമ്മള് കിച്ചണിലൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻസ് പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോ മെത്തേഡും ഏതൊക്കെയാണ് മെത്തേഡുകളെന്നും അതെന്താണെന്നും ഏത് ടൈപ്പാണ് സ്റ്റെറിലൈസേഷൻ ആണോ ഡിസ്ഇൻഫെക്ഷൻ ആണോ നമ്മൾ പറഞ്ഞു. അതുപോലെ അതിന്റെ മെക്കാനിസം പറഞ്ഞു. ഇപ്പൊ ഓട്ടോക്ലേവിലാണെങ്കിൽ 121 ഡിഗ്രി സെൽഷ്യസ് മോയിസ്റ്റ് ഹീറ്റ് ആണ്. ഹോട്ട് എയർ ഓവൻ ആണെങ്കിൽ അത് ഡ്രൈ ഹീറ്റ് ആണ്. 160 ഡിഗ്രി സെൽഷ്യസിൽ 1 hour നമ്മൾ വെക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അപ്ലിക്കേഷൻസും എന്തൊക്കെയാണ് ചെയ്യുന്നത്, നമ്മളിപ്പോ ഏതൊക്കെ മെത്തേഡിലാണ് ഏതൊക്കെ ഏരിയയിലാണ് ഇപ്പോൾ വാക്സിൻസ് സ്റ്റെറൈസ് ചെയ്യാനാണോ അതോ ആന്റിബയോട്ടിക് സ്റ്റെറൈൽ ചെയ്യാനാണോ ഗ്ലാസ് വെയർസ് ആണോ അപ്പോൾ അങ്ങനെയുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആണോ ഫാർമസ്യൂട്ടിക്കൽസ് ആണോ അപ്പൊ ആ ഒരു അപ്ലിക്കേഷൻസും ആ ഒരു ഏരിയയും നമ്മൾ പറഞ്ഞു. അപ്പൊ ഒരുവിധം ഇവിടെ നമ്മളെല്ലാം കവർ ചെയ്തു അല്ലെ. നമ്മളൊരു 11 മെത്തേഡും അതേത് ടൈപ്പ് ആണെന്നും അതിന്റെ മെക്കാനിസവും അതുപോലെ അപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചു. അപ്പൊ ജസ്റ്റ് ഈ ടേബിൾ മാത്രം ഒന്ന് നല്ല തറവായിട്ട് പഠിച്ചു പോവുക. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഓർമ്മ നിൽക്കും. ഓക്കെ, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഈ എക്സാം ഒക്കെ നമുക്ക് പൂ പോലെ പുഷ്പം പോലെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, നിങ്ങൾ നന്നായി പഠിക്കേണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ റിവിഷൻ നന്നായി ചെയ്തു പോവാം. ഇനി സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ജസ്റ്റ് നമ്മളൊരു ഫ്ലോ ചാർട്ട് പോലെ നമുക്ക് ഇവിടെ കൊടുക്കാം. ഫിസിക്കൽ മെത്തേഡ്, കെമിക്കൽ മെത്തേഡ്. അപ്പൊ ഫിസിക്കൽ മെത്തേഡിൽ എന്തൊക്കെയായിരുന്നു? ഹീറ്റ്, റേഡിയേഷൻ, ഫിൽട്രേഷൻ, ഇതൊക്കെ ഫിസിക്കൽ മെത്തേഡാണ്. ഓക്കെ, ഈ ഹീറ്റിൽ വരുന്നതാണ് ഡ്രൈ ഹീറ്റ്, മോയിസ്റ്റ് ഹീറ്റ്. ഓക്കെ, നമുക്ക് A, B എന്ന് കൊടുക്കാം. ഇതില് ഡ്രൈ ഹീറ്റിൽ ഏതൊക്കെയാണ് തന്നെ?
ഇൻസർനേഷൻ, അതുപോലെ ഡ്രൈ ഓവൻ, മറ്റേ ഹോട്ട് എയർ ഓവൻ ഉണ്ടല്ലോ, നമ്മുടെ ഹോട്ട് എയർ ഓവൻ 160°C എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ അതും ഒക്കെ ഇതെന്താണ്, ഇത് സ്റ്റെറിലൈസേഷൻ ആണ്, അത് സ്റ്റെറിലൈസേഷൻ ആണ്. ഇനി റേഡിയേഷനിൽ വരുന്നതാണ് അയണൈസിങ് റേഡിയേഷനും നോൺ അയണൈസിങ് റേഡിയേഷനും. ഇതില് അയണൈസിങ് റേഡിയേഷനിൽ എക്സ്റേസ്, ഗാമ റേസ്, കാത്തോഡ് ഒക്കെ വരുന്നുണ്ട്. അത് സ്റ്റെറിലൈസേഷൻ ആണ്. UV അൾട്രാ വയലറ്റ് അതെന്താണ്, അത് ഡിസ്ഇൻഫെക്ഷൻ ആണ് അല്ലെ, ഡിസ്ഇൻഫെക്ഷൻ ആണ്. അത് നമ്മൾ എവിടെ പറഞ്ഞിരുന്നു, നമ്മൾ ഈ സർഫസ്, വാട്ടർ, എയർ അതൊക്കെ സ്റ്റെറൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസ്ഇൻഫെക്ഷൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു പറഞ്ഞിരുന്നു. ഇനി മോയിസ്റ്റ് ഹീറ്റില് നമ്മുടെ ആരോ മാർക്ക് ശ്രദ്ധിക്കണം, മോയിസ്റ്റ് ഹീറ്റ് ഇവിടെയാണ് കേട്ടോ. അതിൽ പാസ്ചറൈസ്ഡ് സ്റ്റീം ഉണ്ട്, അത് സ്റ്റെറിലൈസേഷൻ ആണ്. ഈ ബോയിലിംഗ് വാട്ടർ, അതുപോലെ തന്നെ വാട്ടർ ഹീലിംഗ്, പാസ്ചറൈസേഷൻ. ഇവിടെ പ്രഷറൈസ്ഡ് സ്റ്റീം എന്നാണ് കേട്ടോ, സോറി തെറ്റിയതാണ്, പ്രഷറൈസ്ഡ് സ്റ്റീം എന്നാണ്. ഇവിടെ ബോയിലിംഗ് വാട്ടർ, അതുപോലെ വാട്ടർ ഹീലിംഗ്, ഹീറ്റിംഗ്, പാസ്ചറൈസേഷൻ ഇതൊക്കെ വരുന്നത് ഡിസ്ഇൻഫെക്ഷനാണ്. ഇത് സ്റ്റെറിലൈസേഷൻ ആണ്. കൺഫ്യൂഷൻ ആവരുത്, ഞാൻ വരച്ചു കൂട്ടിയിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ജസ്റ്റ് ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കുക. ഫിസിക്കലിൽ വരുന്ന ഹീറ്റ്, റേഡിയേഷൻ, ഫിൽട്രേഷൻ. ഇതിൽ ഡ്രൈ ഹീറ്റ് ഉണ്ട്, മോയിസ്റ്റ് ഹീറ്റ് ഉണ്ട്. ഈ ഡ്രൈയിൽ ഇൻസർനേഷൻ ഉണ്ട്. ഇൻസർനേഷൻ കത്തിച്ച് കളയാം, അങ്ങനെയുള്ളതാണ്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബേൺ, അതാണ് ഇൻസർനേഷൻ. ദെൻ മോയിസ്റ്റ് ഹീറ്റിൽ ഇത് സ്റ്റെറിലൈസേഷൻ ആണ്. മോയിസ്റ്റ് ഹീറ്റിൽ നോക്കുകയാണെങ്കിൽ പ്രഷറൈസ്ഡ് സ്റ്റീം ഉണ്ട്, അത് സ്റ്റെറിലൈസേഷൻ ആണ്. ബോയിലിംഗ് വാട്ടർ ഹീറ്റിംഗ്, അതുപോലെ പാസ്ചറൈസേഷൻ ഒക്കെ തന്നെ ഡിസ്ഇൻഫെക്ഷൻ ആണ്. ദെൻ റേഡിയേഷനിൽ അയണൈസിംഗ് ഉണ്ട്, നോൺ അയണൈസിംഗ് ഉണ്ട്. അയണൈസിംഗിൽ എക്സ്റേസ്, ഗാമ റേസ്, കാത്തോഡ്. നോൺ അയണൈസിംഗ് അൾട്രാവയലറ്റ് ആണ്, അത് എന്താണ്, ഡിസ്ഇൻഫെക്ഷൻ ആണ്. എക്സ്റേസും ഗാമ റേസും ഏതൊക്കെയായിരുന്നു, അത് സ്റ്റെറിലൈസേഷൻ ആണ്. ഫിൽട്രേഷൻ നോക്കുകയാണെങ്കിൽ ആപ്സെറ്റോസിസ്, അതുപോലെ മെംബ്രെയിൻ ഫിൽട്ടർ, സിൻഡേർഡ് ഗ്ലാസ് ഫിൽട്ടർ. ഫിൽട്രേഷൻ നമ്മൾ എന്ത് സ്റ്റെറിലൈസ് ചെയ്യാനായിരുന്നു യൂസ് ചെയ്തത്, ആന്റിബയോട്ടിക് അല്ലെങ്കിൽ വാക്സിൻസ് അല്ലെ, അത് ഹീറ്റ് സെൻസിറ്റീവ് ആണ്, അപ്പൊ അതിന് യൂസ് ചെയ്യുന്നത് ഫിൽട്രേഷൻ ആണ്. ഇനി നമുക്ക് കെമിക്കലിലോട്ട് വരികയാണെങ്കിൽ ഗ്യാസ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്. ഗ്യാസിൽ ഈ ഫോർമാൽഡിഹൈഡ്, എഥിലിൻ ഓക്സൈഡ് ഒക്കെ നമ്മൾ പറഞ്ഞു, എൻഡോസ്കോപ്സ് ഒക്കെ സ്റ്റെറിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോർമാൽഡിഹൈഡ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു അല്ലേ. ഇനി ലിക്വിഡിൽ നോക്കുകയാണെങ്കിൽ ആൽക്കഹോൾ ഉണ്ട്, ഹാലോജൻസ്, ഫീനോൾസ്, ആൽഡിഹൈഡ്സ് ഇതൊക്കെ ലിക്വിഡിൽ വരുന്നതാണ്. ലിക്വിഡ് ആ സ്റ്റെറിലൈസേഷൻ മെത്തേഡിൽ വരുന്നതാണ്, ഡിസ്ഇൻഫെക്ഷൻ മെത്തേഡിൽ വരുന്നതാണ്. അപ്പോൾ ഇതാണ് മൊത്തത്തിലൊരു ഫ്ലോ ചാർട്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇതോടുകൂടി നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല, എല്ലാം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങനെ വിശ്വസിക്കാണ് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക, നമ്മൾ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യും കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് എന്തൊക്കെയാണ് ആ മെത്തേഡ്സ്, അതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോട്ടോ നോക്കാം. നമുക്ക് അറിയാവുന്നതാണ്, ജസ്റ്റ് നമുക്കൊന്നുകൂടെ നോക്കാം. ഇതാണ് ഓട്ടോക്ലേവ്, ഇതാണ് ഡ്രൈ ഹീറ്റ്, ഹോട്ട് എയർ ഓവൻ, ഫിൽട്രേഷൻ കണ്ടോ, അവിടെ ഫിൽട്ടർ ചെയ്യുമ്പോൾ ഫിൽട്ടർ ഉണ്ടാവും. ദെൻ റേഡിയേഷൻ, UV റേഡിയേഷൻ ഒക്കെ. ഇനി ഫ്ലെയിമിങ്, നമ്മളെ ലാബിൽ ലൂപ്പ് നമ്മൾ ഫ്ലെയിം ചെയ്യാറുണ്ട് അല്ലേ. നമ്മൾ സ്ട്രീക്ക് ഒക്കെ ചെയ്യാൻ നമ്മൾ പെട്രോൾ പ്ലേറ്റിലൊക്കെ കൾച്ചർ ചെയ്യാൻ വേണ്ടി നമ്മൾ ലൂപ്പ് എപ്പോഴും ഫ്ലെയിം റെഡ് ഹോട്ട് ആവുന്ന വരെ, ആ ഒരു റെഡ് കളർ ആവുന്ന വരെ നമ്മൾ അവിടെ ഫ്ലെയിം ചെയ്തിട്ട് നമ്മളത് സ്റ്റെറിലായെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ചെയ്യാറ് അല്ലേ. നമുക്ക് അറിയാവുന്നതാണ് ആൽക്കഹോൾ. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ പറയുന്നത്. ഇനി നമുക്ക് ഈ സ്റ്റെറിലൈസേഷൻ മെത്തേഡിന്റെയും ഡിസ്ഇൻഫെക്ഷൻ മെത്തേഡിന്റെയും ഫീൽഡ് നോക്കാം. ഹെൽത്ത് കെയറിൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്താണ്, ഓട്ടോക്ലേവിംഗ്. ഈ സർജിക്കൽ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡ്രൈ ഹീറ്റും യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഡിസ്ഇൻഫെക്ഷൻ മെത്തേഡ് നോക്കുകയാണെങ്കിൽ ആൽക്കഹോൾ ഫോർ സർഫസസ്, ക്ലോറിൻ ഫോർ ഫ്ലോർസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോറിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ലബോറട്ടറീസ് നോക്കുകയാണെങ്കിൽ ഓട്ടോക്ലേവിംഗ്, ഈ മീഡിയ സ്റ്റെറിലൈസ് ചെയ്യാൻ, അതുപോലെ ഗ്ലാസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഡ്രൈ ഹീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ബെഞ്ചസ്, സർഫസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആൽക്കഹോളും UV റേസും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഫുഡ് ഇൻഡസ്ട്രിയിലോട്ട് വരികയാണെങ്കിൽ മെയിൻ ആയിട്ട് എന്താണ്, പാസ്ചറൈസേഷൻ ആണ്. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. അതുപോലെ കാനിങ്, അതിനൊക്കെ ഈ സ്റ്റെറൈൽ ആയിട്ടുള്ള മെത്തേഡ്സ് ആവശ്യമാണ്. ദെൻ ഡിസ്ഇൻഫെക്ഷൻ മെത്തേഡ് നോക്കുകയാണെങ്കിൽ ഈ സർഫസ്, യൂട്ടൻസിൽസ് അതൊക്കെ സ്റ്റെറൈൽ ചെയ്യാൻ, മൈക്രോബിൽ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട്, അവിടുത്തെ മൈക്രോബ്സിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോറിനും അതുപോലെ ആൽക്കഹോളൊക്കെ യൂസ് ചെയ്ത് വരുന്നു. ദെൻ വാട്ടർ ട്രീറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ഫിൽട്രേഷൻ, UV റേസ് ഒക്കെയാണ് സ്റ്റെറിലൈസേഷൻ മെത്തേഡിൽ വരുന്നത്. അതുപോലെ വാട്ടർ, ഈ ഓസോണും അതുപോലെ തന്നെ ക്ലോറിനൊക്കെ നമ്മൾ ഈ വാട്ടർ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഫാർമസ്യൂട്ടിക്കൽ നോക്കുകയാണെങ്കിൽ ഈ എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റെറിൽ ചെയ്യാനായിട്ട് ഓട്ടോക്ലേവിംഗ് ആണ്. ഫിൽട്രേഷൻ, ഈ ബാക്കിയുള്ള
ഫാർമസ്യൂട്ടിക്കൽ ഐറ്റം തന്നെ സ്റ്റെറിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫിൽട്രേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എക്യുപ്മെന്റ്സ് ഒക്കെ ഓട്ടോക്ലേവ് വഴി നമ്മൾ സ്റ്റെറിൽ ചെയ്തെടുക്കും. ഇനി അതുപോലെ ഡിസ്ഇൻഫെക്ഷൻ നോക്കുകയാണെങ്കിൽ വർക്ക് സർഫസസ്, അതുപോലെ എയർ, അതൊക്കെ നമ്മൾ അവിടുത്തെ മൈക്രോബ്സിനൊക്കെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആൽക്കഹോളും എയറും യൂസ് ചെയ്ത് വരുന്നു. ഇനി ഹൗസ് ഹോൾഡിൽ നോക്കുകയാണെങ്കിൽ ബോയിലിംഗ്, ബേബി ബോട്ടിൽസ്, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചില പാത്രങ്ങൾ, നമ്മൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നാൽ കുറച്ചുകൂടി നമ്മളൊരു ഹെൽത്ത് കോൺഷ്യസ് ആവും അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ പാത്രങ്ങളൊക്കെ ചൂടാക്കി ഉപയോഗിച്ച് വരുന്നുണ്ട്. കാരണം എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി എപ്പോഴും ഒരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് നമ്മളെപ്പോഴും ഫോളോ ചെയ്യും. ദെൻ കിച്ചണിൽ അതുപോലെ ബാത്റൂമിലൊക്കെ ക്ലോറിനും ആൽക്കഹോളൊക്കെ ഈ ഡിസ്ഇൻഫെക്ഷൻ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് വരുന്നത്. ഇനി കോസ്മെറ്റിക്സ് ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ ക്രീംസ്, അപ്പോൾ അതൊക്കെ സ്റ്റെറിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിൽട്രേഷൻ ആണ് യൂസ് ചെയ്യുക. അതുപോലെ ഗാമ റേഡിയേഷനും യൂസ് ചെയ്ത് വരുന്നു. അതുപോലെ അതിന്റെ പാക്കിങ്, അല്ലെങ്കിൽ അവിടെ ഐറ്റം ഉണ്ടാക്കുന്ന ഏരിയ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ സ്റ്റെറിൽ അല്ലെങ്കിൽ അവിടെ കുറച്ചുകൂടി ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് UV അതുപോലെ തന്നെ ആൽക്കഹോൾ ഒക്കെ യൂസ് ചെയ്ത് വരുന്നു. ഇനി വെറ്ററിനറിയിൽ ഓട്ടോക്ലേവിംഗ്, സർജിക്കൽ ടൂൾസ് ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ അല്ലെങ്കിൽ അത് കുറച്ചുകൂടി സ്റ്റെറിലാക്കാൻ നമ്മൾ ഓട്ടോക്ലേവ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ എക്യുപ്മെന്റ്സും സർഫസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ ഈ ആൽക്കഹോളും ക്ലോറിനും ഒക്കെ യൂസ് ചെയ്യുന്നു. ദെൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഡ്രൈ ഹീറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഫാബ്രിക്സിന് ഡ്രൈ ഹീറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ UV ലൈറ്റും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ക്ലോറിൻ നോക്കുവാണെങ്കിൽ ഫാബ്രിക് സർഫസ് നോക്കുവാണെങ്കിൽ ക്ലോറിൻ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ആൽക്കഹോളും ആ വർക്കിംഗ് ഏരിയയിലൊക്കെ യൂസ് ചെയ്ത് വരുന്നു. അപ്പൊ ഇതാണ് ജസ്റ്റ് നമുക്ക് അറിയാവുന്നതാണ്. ജസ്റ്റ് ഒരു മെയിൻ ആയിട്ട് ജസ്റ്റ് നമ്മളൊരു ടേബിൾ പോലെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തെന്നുള്ളൂ. ഓക്കെ, ഓരോ ഫീൽഡും അതിന്റെ സ്റ്റെറിലൈസേഷൻ മെത്തഡും ഡിസ്ഇൻഫെക്ഷൻ മെത്തഡാണ്. നേരത്തെ നമ്മൾ കമ്പാരിസൺ പറഞ്ഞു, അതുപോലെ തന്നെ ഓരോ ആപ്ലിക്കേഷൻസ് പറഞ്ഞു. ഇനി അത് ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യണമല്ലോ എവിടെയെങ്കിലും ഒരു ഫീൽഡിൽ. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. എല്ലാം ജസ്റ്റ് ടേബിൾ പോലെ ആക്കാണ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മുടെ റിവിഷൻ ഒരു ക്ലാസ് ആണല്ലോ, നമുക്ക് ഓരോന്നും ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. പിന്നെ അതിന് വേണ്ടി ഇപ്പൊ നമുക്ക് സമയം കളയാനില്ല. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് മാത്രം ഒന്ന് ടേബിൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഇത് പെട്ടെന്ന് നോക്കിപ്പോവാം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്ഇൻഫെക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് അതിന് എഫക്റ്റീവ്നെസ് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യണ്ടേ. കാരണം നമ്മൾ ചുമ്മാ അതിങ്ങനെ യൂസ് ചെയ്ത് പോയാൽ പോരല്ലോ. കാരണം അതിന്റെ എഫിഷ്യൻസി കൂടി ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഡിസ്ഇൻഫെക്ഷൻ യൂസ് ചെയ്ത് ലാബൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്, ബാക്കി ലാബ് വർക്കിലൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട്, ശരി. പക്ഷെ അത് അതിൽ എഫക്റ്റീവ് ആണോ, അവിടെ മൈക്രോബ്സിന് അത് കില്ല് ചെയ്യുന്നുണ്ടോ, അത് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം. എന്നാലാണ് അതിന്റെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട്, കാരണം നമുക്ക് അതിന് തുടർന്ന് ഉപയോഗിക്കാൻ പറ്റുമോ, അത് എത്രമാത്രം മൈക്രോബ്സിനെ കില്ല് ചെയ്യുന്നുണ്ട്, അതൊക്കെ നമുക്ക് അറിയണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കുറച്ച് ടെസ്റ്റിംഗ് മെത്തേഡ്സ് നോക്കുന്നുണ്ട്. ഈ 4 ഡിസ്ഇൻഫെക്റ്റൻസ് നമുക്ക് അത് നോക്കാം. ഫസ്റ്റ് ഫീനോൾ കോഎഫിഷ്യന്റ് ടെസ്റ്റ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഫിനോൾ കോഎഫിഷ്യന്റ് ടെസ്റ്റിന്റെ പ്രിൻസിപ്പിൾ പറയുന്നത് കമ്പയർ ദ ഡിസ്ഇൻഫെക്റ്റന്റ് ടു ഫീനോൾ. ആ ഡിസ്ഇൻഫെക്റ്റന്റിനെ കമ്പയർ ചെയ്യുന്നു, ഫിനോൾ വെച്ച് കമ്പയർ ചെയ്യുന്നു, അതാണ് ഫിനോൾ കോഎഫിഷ്യന്റ് ടെസ്റ്റ്. ഇതിൽ അപ്ലിക്കേഷൻ വരുന്ന സ്റ്റാൻഡേർഡ് കമ്പാരിസൺ ടെസ്റ്റ് ആണ്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സ്റ്റെഫൈലോകോക്കസ് ഓറിയസും അതുപോലെ സാൽമോണല്ല ടൈഫിയാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതുപോലെ യൂസ് ഡൈല്യൂഷൻ ടെസ്റ്റ്, ഡിറ്റർമൈൻ ദ മിനിമം എഫക്റ്റീവ് ഓഫ് കോൺസെൻട്രേഷൻ. ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിന്റെ മിനിമം കോൺസെൻട്രേഷൻ, അതിന്റെ എഫക്റ്റീവ്നെസ് ചെക്ക് ചെയ്യാണ്. അതൊരു അപ്ലിക്കേഷൻ പറഞ്ഞത് സർഫസ് ഡിസ്ഇൻഫെക്ഷൻ ആണ്. എക്സാമ്പിൾ ആയിട്ട് സ്യൂഡോമോണാസ് എറോജിനോസ് അതുപോലെ സ്റ്റെഫൈലോകോക്കസ് ഓറിയസിനാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി റേഡൽ വാക്കർ ടെസ്റ്റ്, ഇതും ഇമ്പോർട്ടന്റ് ആണ്. റേഡൽ വാക്കർ ടെസ്റ്റ് മെഷർ ദ ഡിസ്ഇൻഫെക്റ്റൻസ് അബിലിറ്റി ടു കിൽ മൈക്രോബ്സ്. നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഡിസ്ഇൻഫെക്റ്റന്റ്, പക്ഷെ അത് അതിന് എത്രമാത്രം അത് എഫക്റ്റീവ് ആണ്, ആ മൈക്രോബ്സിനെ കില്ല് ചെയ്യുന്നുണ്ട് നമുക്ക് അറിയണ്ടേ. അപ്പൊ ആ ഡിസ്ഇൻഫെക്റ്റന്റ് യൂസ് ചെയ്തിട്ട് എത്രമാത്രം അവിടെ മൈക്രോബ്സിനെ കില്ല് ചെയ്യുന്നുണ്ടെന്ന് മെഷർ ചെയ്യുന്നതാണ് റേഡൽ വാക്കർ ടെസ്റ്റ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. കമ്പാരിറ്റീവ് എഫക്റ്റീവ്നെസ് ആണ് അതിന്റെ അപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നത്. അതിൽ സാൽമോണല്ല ടൈഫി യൂസ് ചെയ്തിട്ടാണ് അത് ടെസ്റ്റ് ചെയ്ത് വരുന്നത്. ഇനി ചിക്ക് മാർട്ടിൻ ടെസ്റ്റ്, ഇതും ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോ എക്സാമിനൊക്കെ ചോദിക്കാം, അപ്പോൾ ഇതുപോലെ ഒരു 5-6 ടെസ്റ്റ് തന്നിട്ട് ഇതിൽ ഏതാണ് ഡിസ്ഇൻഫെക്റ്റന്റ് ടെസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൽ ഏതാണ് ഡിസ്ഇൻഫെക്റ്റന്റ് ടെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാത്തത്, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ ഒരുവിധം ടെസ്റ്റുകളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കണം. കാരണം കുറച്ച് ടെസ്റ്റല്ലേ ഉള്ളൂ, നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾ ഇപ്പൊ ഫുള്ള് എല്ലാവരും പഠിച്ചിരിക്കുകയാണ് അല്ലെ. പിന്നെ ഈ ടേബിൾ പഠിക്കാനാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? നിങ്ങൾ എന്തായാലും ഇത് സിമ്പിൾ ആയിട്ട് പഠിക്കുന്നത് എനിക്കറിയാം. അപ്പൊ നമുക്ക് പഠിക്കാം. അപ്പൊ ചിക്ക് മാർട്ടിൻ ടെസ്റ്റ് പറയുന്നത് പ്രിൻസിപ്പിൾ പറയുന്നത് ടെസ്റ്റ് ഡിസ്ഇൻഫെക്റ്റന്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓർഗാനിക് മാറ്റർ. ആ ഓർഗാനിക് മാറ്റർ പ്രൊസസ്സിൽ ആ ഡിസ്ഇൻഫെക്റ്റന്റ് അവിടെ ടെസ്റ്റ് ചെയ്യാണ്. അല്ല ഹോസ്പിറ്റൽ സെറ്റിംഗ്സിലാണ് അത് മെയിൻ ആയിട്ട് അപ്ലിക്കേഷൻ. അതുപോലെ വേരിയസ് ബാക്ടീരിയ വെച്ചിട്ട് ഇത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ കെൽസി സൈക്കസ് ടെസ്റ്റ്, ഇത് ഡിറ്റർമിൻ
ടൈം ടേക്കൺ ടു കിൽ മൈക്രോ ഓർഗാനിസം. നമ്മളിപ്പോൾ ഡിസ്ഇൻഫെക്റ്റന്റ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എത്ര സമയം എടുത്തിട്ടാണ്? ഇപ്പോൾ 1 മണിക്കൂർ ക്ലീൻ ചെയ്തിട്ടാണ് ഇപ്പോൾ മൈക്രോ ഓർഗാനിസം കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല അല്ലെ. അപ്പൊ പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു ടൈമിനുള്ളിൽ ആ മൈക്രോ ഓർഗാനിസം അവിടെ കില്ലാണ്. ഓക്കെ, അപ്പൊ ആ ടൈം അവിടെ ഡിറ്റർമൈൻ ചെയ്യുന്നു. ആ ടെസ്റ്റ് ആണ് ഈ കെൽസി സൈക്കേഴ്സ് ടെസ്റ്റ്. ഈ ഹോസ്പിറ്റൽ ഡിസ്ഇൻഫെക്റ്റൻസ് ആയിട്ട് അതാണ് ആപ്ലിക്കേഷൻ വരുന്നത്. സ്റ്റെഫിലോകോക്കസ് ഓറിയസും സ്യൂഡോമോണാസ് എറോജിനോസും തന്നെയാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദ ഇൻ യൂസ് ടെസ്റ്റ് എഫക്റ്റീവ്നെസ് ഓഫ് ഡിസ്ഇൻഫെക്റ്റന്റ് ഇൻ റിയൽ കണ്ടീഷൻ. ആ ഡിസ്ഇൻഫെക്റ്റന്റ് ആ റിയൽ കണ്ടീഷനിലുള്ള എഫക്റ്റീവ്നെസ് ചെക്ക് ചെയ്യാണ്. റിയൽ വേൾഡ് അപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ എനി ഏതെങ്കിലും എൻവിറോൺമെന്റ് ഐസൊലേറ്റ്സ് ഒക്കെ എടുത്തിട്ട് ഇത് ആ ഒരു റിയൽ കണ്ടീഷനിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാണ്. ഇൻ യൂസ് ടെസ്റ്റ് ആ ടൈമിൽ. ഓക്കെ, ആ റിയൽ വേൾഡ് അപ്ലിക്കേഷൻ ആ ടൈമിലുള്ള ജസ്റ്റ് ഒരു എഫക്റ്റീവ്നെസ് ചെക്ക് ചെയ്യാണ്. ദെൻ സസ്പെൻഷൻ ടെസ്റ്റ് ഇവാലുവേറ്റ് ദ ഡിസ്ഇൻഫെക്റ്റന്റ് ഓൺ മൈക്രോബിയൽ സസ്പെൻഷൻ. ആ മൈക്രോബിയൽ സസ്പെൻഷനിൽ ഉള്ള ഡിസ്ഇൻഫെക്റ്റന്റ് അത് ഇവാലുവേറ്റ് ആണ്, അതിന്റെ എഫക്റ്റീവ്നെസ് അവിടെ ഇവാലുവേറ്റ് ചെയ്യാണ്. ലബോറട്ടറി ടെസ്റ്റിംഗ് ആണ് അതിന്റെ അപ്ലിക്കേഷൻ വരുന്നത്. ബാസിലസ് സബ്സ്റ്റിൽസ്, എസ്ട്രീഷ്യ കോളി ഒക്കെയാണ് ആ ടെസ്റ്റഡ് ഓർഗാൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ സർഫസ് കാരിയർ ടെസ്റ്റ് മെഷർ ദ എഫക്റ്റീവ്നെസ് ഓഫ് കണ്ടാമിനേറ്റഡ് സർഫസസ്. അതായത് ഒരു കണ്ടാമിനേറ്റഡ് സർഫസിൽ ഇപ്പൊ നമ്മളൊരു മൈക്രോ ഓർഗാനിസത്തെ വെച്ച് അവിടെ കണ്ടാമിനേറ്റ് ചെയ്തിട്ട് ഈ സർഫസ് കാരിയർ ടെസ്റ്റ് നമ്മൾ ഈ ഡിസ്ഇൻഫെക്റ്റന്റ് ഉപയോഗിച്ച് അവിടെ ക്ലീൻ ചെയ്ത് നമ്മൾ നോക്കുകയാണ്. സർഫസ് ഡിസ്ഇൻഫെക്റ്റന്റ് അതാണ് ആപ്ലിക്കേഷൻ പറയുന്നത്. മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് വൈറസ് ഒക്കെയാണ് അവിടെ എക്സാമ്പിൾ ഓർഗാൻസ് ആയിട്ട് ആ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് ആ സർഫസിൽ നമ്മൾ മൈക്രോബിയൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഡിസ്ഇൻഫെക്റ്റ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് എത്രമാത്രം അവിടെ എന്താ പറയുക നമ്മൾ ക്ലീൻ ആണ് എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. നമ്മൾ ലാബിലൊക്കെ നമ്മൾ ചെയ്തു വരാറുണ്ട്. അപ്പൊ ഒരു സർഫസ് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ആ ഡിസ്ഇൻഫെക്റ്റ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തു, അതിനുശേഷം അവിടെ നിന്ന് ഒരു സ്വാബ് എടുത്ത് ഒരു സ്ക്വയർ പോലത്തെ ഒരു ഇതുണ്ട്, ആ സ്ക്വയറിന്റെ ഉള്ളിൽ നിന്ന് നമ്മള് സ്വാബ് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മള് സീഡ് ഡൈലൂഷൻ ഒക്കെ ചെയ്ത് പ്ലേറ്റ് ചെയ്ത് നോക്കും. അപ്പൊ എന്താ അറിയാൻ പറ്റും? പ്ലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റൂല അവിടെ മൈക്രോ ഓർഗാനിസം ഉണ്ടോ ഇല്ലയോ. ഇല്ലെങ്കിൽ എന്താണ് ആ ഡിസ്ഇൻഫെക്ഷൻ അവിടെ പെർഫെക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പല ടെസ്റ്റുകൾ നമ്മൾ ലാബിലൊക്കെ ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇതാണ് ഒരു ടെസ്റ്റിംഗ് മെത്തേഡ്. കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് ഈ ടെസ്റ്റിംഗ് മെത്തേഡ്. പേരുകൾ എന്തായാലും ഒന്ന് ഓർത്തിരിക്കുക. എന്തൊക്കെയായിരുന്നു? ഫീനോൾ കോഎഫിഷ്യന്റ് ടെസ്റ്റ്, ഡൈലൂഷൻ ടെസ്റ്റ്, റേഡൽ വാക്കർ ടെസ്റ്റ്, ഇതും ചിക്മാർട്ടിൻ ടെസ്റ്റ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പേരുകളൊന്ന് പഠിച്ചു വെക്കാം. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ് അല്ലെ. ജാവ വളരെ സിമ്പിൾ ആണെന്ന് പറഞ്ഞാൽ ഇത് വളരെ സിമ്പിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പഠിക്കാൻ പറ്റും. കാരണം പ്രത്യേകിച്ച് ടേബിളൊക്കെ ആക്കിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും. പെട്ടെന്ന് എന്തെങ്കിലും മറന്നു പോകണമെങ്കിൽ നിങ്ങൾ വേഗം ഈ പേപ്പർ എടുത്ത് ഈ ടേബിൾ ഒന്ന് നോക്കിയാൽ മതി. ജസ്റ്റ് ഇപ്പോൾ ഫുൾ പാരഗ്രാഫ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വായിച്ച് ഓരോന്നും കണ്ടുപിടിക്കേണ്ടതില്ല. അപ്പൊ ടേബിളാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് നോക്കാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. നമ്മൾ ലാബിൽ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്, ഓക്കെയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേസ്റ്റ് മാനേജ്മെന്റ് കൂടി പ്രോപ്പറായിട്ട് ചെയ്താലാണ് ആ ഒരു ലാബ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുള്ളൂ. ഇനി ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിൽ സ്റ്റെപ്പ് നോക്കാം. അതിന്റെ ഡിസ്ക്രിപ്ഷനും എക്സാമ്പിളൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് സെഗ്രിഗേഷൻ എന്താണ്? സോർട്ടിങ് ദ വേസ്റ്റ് അറ്റ് ദ സോഴ്സ്. അവിടെ വെച്ച് നമ്മൾ എല്ലാ വേസ്റ്റും കൂടെ ഒരുമിച്ച് ഇടല്ല ചെയ്യുക. അത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ സോർട്ട് ചെയ്യണം അല്ലെ. എക്സാമ്പിൾ പറയുന്നത് യെല്ലോ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഇതിന് നമ്മൾ യെല്ലോ ആണ് ഉപയോഗിക്കുന്നത്. ഈ പ്ലാസന്റ അല്ലെങ്കിൽ നമ്മളെ ബ്ലഡ് അങ്ങനെയുള്ള ഇതിനൊക്കെ നമ്മൾ യെല്ലോ ആണ് ഉപയോഗിക്കുന്നത്. റീസൈക്കിളബിൾ ആയിട്ടുള്ളത് നമ്മൾ റെഡ് ബോക്സ് ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് വീണ്ടും റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മൾ റെഡ് ആ ഒരു ബോക്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഹോസ്പിറ്റലിലൊക്കെ ബ്ലാക്ക് ബോക്സ്, അതുപോലെ തന്നെ ബ്ലൂ കളർ, യെല്ലോ, അങ്ങനെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ നമുക്കത് നമ്മൾ ഫർദർ പഠിക്കും. കളക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ സേഫ് കളക്ഷൻ ഇൻ കളർ കോഡഡ് ബിൻസിൽ പ്രോപ്പറായിട്ട് നമ്മളത് കളക്ട് ചെയ്യുക. അതാണ് അടുത്ത സ്റ്റെപ്പ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സെഗ്രിഗേറ്റ് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് കളക്ട്. മൂന്നാമത്തെ സ്റ്റെപ്പ് ട്രാൻസ്പോർട്ടേഷൻ. ഇവിടെ ഷാർപ്സ് ഇൻ ബ്ലൂ, ജനറൽ വേസ്റ്റ് ഇൻ ബ്ലാക്സ്, അതുപോലെ ബ്ലൂ നമ്മള് ഹോസ്പിറ്റൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. കോമൺ ആയിട്ടുള്ള വേസ്റ്റ് ബ്ലാക്കില്, അങ്ങനെ ബ്ലൂ കളർ ബോക്സ് അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മളത് പഠിച്ചിട്ടുണ്ട്, നമുക്ക് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ദെൻ നാലാമത് ട്രീറ്റ്മെന്റ്. അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുക. ഇൻസർനേഷൻ, ഓട്ടോക്ലേവിംഗ്. നമ്മൾ പ്രോപ്പറായിട്ട് എന്താണ് ആ വേസ്റ്റ് അനുസരിച്ച് നമ്മൾ ഇൻസിനറേഷൻ ചെയ്യണോ അല്ലെങ്കിൽ ഓട്ടോക്ലേവ് ചെയ്യണോ. നമ്മൾ ഈ റീസൈക്കിളബിൾ ആയിട്ടുള്ളതിനൊക്കെ നമ്മൾ എന്താണ് ഓട്ടോക്ലേവ് ഇത് വീണ്ടും ഉപയോഗിക്കുക അങ്ങനെതായിരിക്കും. പിന്നെ നമ്മൾ ഒട്ടും ഉപയോഗിക്കാൻ ഇനി അത് ഉപയോഗിക്കുക വേണ്ട എന്നുള്ള രീതിക്കാണെങ്കിൽ നമ്മളത് കത്തിച്ച് അങ്ങനെ ഇൻസിനറേഷൻ ചെയ്ത് കളയും. അപ്പൊ അത് പ്രോപ്പറായിട്ട് അതിനെ ട്രീറ്റ്മെന്റ് ചെയ്യുക. അതാണ് നാലാമത്തെ മെയിൻ സ്റ്റെപ്പ് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ഡിസ്പോസൽ.
ഫൈനൽ ഡിസ്പോസൽ ആഫ്റ്റർ ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റ് നടത്തിയതിനു ശേഷം എന്ത് ചെയ്യണം? അത് പ്രോപ്പറായിട്ട് അത് ഡിസ്പോസ് ചെയ്യണം. ലാൻഡ് ഫിൽ ഫോർ ജനറൽ വേസ്റ്റ്. ജനറൽ വേസ്റ്റ് നമ്മൾ ലാൻഡ് ഫിൽ ആണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു? കാരണം ഈ മെഡിക്കൽ വേസ്റ്റ് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ ലാബിൽ ഹെൽത്ത് കെയർ ഒക്കെ നമ്മൾ ഒരുപാട് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിൽ നമുക്ക് അത് ഭയങ്കര താറുമാറായി പോകും. നമ്മുടെ സമൂഹം തന്നെ വളരെ താറുമാറായി പോകും. കാരണം വേസ്റ്റ് മാനേജ്മെന്റ് പ്രോപ്പറായിട്ട് ചെയ്യണം. അപ്പൊ അതിന് മെയിൻ ആയിട്ട് സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. ഫസ്റ്റ് എന്തായിരുന്നു? സെഗ്രിഗേറ്റ് ചെയ്യുക. അതിനുശേഷം അതിനെ പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യുക. മൂന്നാമത്തെ ട്രാൻസ്പോർട്ട് ചെയ്യുക. ഓക്കെ, ദെൻ ട്രീറ്റ്മെന്റ്. അത് ഇൻസിനറേഷൻ ആണോ അല്ലെങ്കിൽ ഓട്ടോക്ലേവ് ആണോ, നമ്മളൊരു പ്രോപ്പറായിട്ട് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുക. ദെൻ ഡിസ്പോസൽ. ആഫ്റ്റർ ട്രീറ്റ്മെന്റ് ഫസ്റ്റ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്ത് കളയണം. ഓക്കെ, നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തു അവിടെ ഇരിക്കട്ടെ. കാരണം ഓട്ടോക്ലേവ് ഒക്കെ ചെയ്തു, ഇൻസിനറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോ ഓർഗാനിസം ഒക്കെ കില്ലായാലും ഇനി കുഴപ്പമില്ല എന്നല്ല, നമ്മൾ പ്രോപ്പറായിട്ട് അത് ഡിസ്പോസ് ചെയ്യണം. അതാണ് എന്നാലും നമ്മൾക്ക് ആ ഒരു മെഡിക്കൽ ആ വേസ്റ്റ് മാനേജ്മെന്റ് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, ഇനി കളർ കോഡിംഗ് ഫോർ ബയോ മെഡിക്കൽ വേസ്റ്റ്. നമ്മൾ നേരത്തെ ഒരു കളർ കോഡിന്റെ കാര്യമൊക്കെ പറഞ്ഞു അല്ലേ? ഇനി അത് എന്തിനൊക്കെയാണ് നമുക്ക് നോക്കാം. ഇത് കളർ കോഡ്, ടൈപ്പ് ഓഫ് വേസ്റ്റ്, ട്രീറ്റ്മെന്റ് മെത്തേഡ്. യെല്ലോ കളർ എന്തിനാണ്? ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റ്, പാത്തോളജിക്കൽ ആയിട്ടുള്ള വേസ്റ്റ് ഒക്കെ ഇടുന്നത് യെല്ലോ ബാഗിലാണ്, യെല്ലോ ആ ബാസ്ക്കറ്റിലാണ്. ഇൻസിനറേഷൻ അതുപോലെ ഡീപ്പ് ബറിയലാണ്. ഡീപ്പ് ബറിയൽ ഇങ്ങനെ കുഴിച്ചിടുക, അങ്ങനെയാണ്. അതാണ് നമ്മൾ ഈ യെല്ലോ ബാസ്ക്കറ്റിൽ വരുന്ന വേസ്റ്റുകൾ അങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. റെഡ് എന്ന് പറഞ്ഞാൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള റീസൈക്ലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഓട്ടോക്ലേവിങ്, ഷ്രെഡിങ് ഒക്കെയാണ് ചെയ്യുക. നമ്മൾ ഈ റീസൈക്ലബിൾ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും ഉപയോഗിക്കാം അല്ലെ? അപ്പൊ നമുക്കത് ഓട്ടോക്ലേവ് ചെയ്ത് നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് നമ്മളത് യൂസ് ചെയ്യുക. ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ്, ഷാർപ്സ്, മെറ്റൽ വേസ്റ്റ് ഒക്കെയാണ് ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഡിസ്ഇൻഫെക്ഷൻ അതുപോലെ ഷ്രെഡിങ് ആണ് ട്രീറ്റ്മെന്റ് മെത്തേഡായിട്ട് പറയുന്നത്. ബ്ലാക്കിലാണെങ്കിൽ ജനറൽ വേസ്റ്റ് ആണ്. ഓക്കെ, അത് ഡിസ്പോസ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? ലാൻഡ് ഫിൽസിനാണ് അത് ഡിസ്പോസ് ചെയ്യുക. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ കളർ കോഡിങ്. എന്തായിരുന്നു? യെല്ലോ എന്തിനായിരുന്നു? ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റ്, പാത്തോളജിക്കൽ ആയിട്ടുള്ള വേസ്റ്റ്, അത് ഇൻസിനറേഷൻ അല്ലെങ്കിൽ ഡീപ്പ് ബറിയലാണ് ചെയ്യുക. റെഡ് എന്തിനായിരുന്നു? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള റീസൈക്ലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ, ഓട്ടോക്ലേവിങ്, ഷ്രെഡിങ് ഒക്കെ ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് നമുക്ക് അത് എടുക്കാം. ദെൻ ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് എന്തിനായിരുന്നു? ഷാർപ്സ് ആയിട്ടുള്ള അതുപോലെ മെറ്റൽ വേസ്റ്റ് ഒക്കെ ഇടുകയാണ്. അത് ഡിസ്ഇൻഫെക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള വേസ്റ്റ് ആണ്. അത് ലാൻഡ് ഫിൽസിൽ ഡിസ്പോസ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഇതാണ് കളർ കോഡിങ്. ഇത് എക്സാമിന് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസ്ഇൻഫെക്ഷനിലും ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ മെറ്റൽ വേസ്റ്റ് ഏത് ബാസ്ക്കറ്റിലാണ് ഇടുക, അല്ലെങ്കിൽ ഇപ്പൊ ഈ പാത്തോളജിക്കൽ വേസ്റ്റ് ഏത് ബാസ്ക്കറ്റിലാണ് ഇടുക, അല്ലെങ്കിൽ ഈ കണ്ടാമിനേറ്റഡ് റീസൈക്ലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഏത് ബാസ്ക്കറ്റിലാണ് ഇടുക, അല്ലെങ്കിൽ ഇപ്പൊ ഈ ഇൻഫെക്ഷൻ ഈ റെഡ് ബാസ്ക്കറ്റിലുള്ളത് എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലാക്ക് ബാസ്ക്കറ്റിലുള്ളത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക. അത് ഒരുപാട് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. യെല്ലോ എന്തിനായിരുന്നു? ഇൻഫെക്ഷ്യസ് വേസ്റ്റ്, പാത്തോളജിക്കൽ വേസ്റ്റ്. റെഡ് എന്തിനായിരുന്നു? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള റീസൈക്ലബിൾ മെറ്റീരിയൽ. ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് ഷാർപ്പ് മെറ്റൽ വേസ്റ്റിനൊക്കെയാണ്. ബ്ലാക്ക് എന്തിനായിരുന്നു? ജനറൽ വേസ്റ്റ്. മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് നമ്മളെ ബാസ്ക്കറ്റുകൾ വരുന്നത്. നോൺ ഇൻഫെക്റ്റഡ് വേസ്റ്റ്, സൈറ്റോടോക്സിക് ഡ്രഗ്, കെമിക്കൽ വേസ്റ്റ്. ഇതൊരു ബ്ലാക്ക് ആണ്, വേണ്ട ബ്ലാക്ക് ആണ്, കോമൺ ആയിട്ടുള്ള ജനറൽ ആണ്. അത് കഴിഞ്ഞിട്ട് റെഡ് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ കണ്ടോ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഡ്രസ്സിങ്സ്, പോപ്പ് കാസ്റ്റ്സ് അതൊക്കെ ഈ റെഡിലാണ് വരിക. ഇനി പ്ലാസന്റെ പാത്തോളജിക്കൽ വേസ്റ്റ്, ഈ ബോഡി പാർട്സ് അല്ലെങ്കിൽ ഈ പാത്തോളജിക്കൽ ആയിട്ടുള്ള വേസ്റ്റ് ഒക്കെ ഇടുന്നത് നമ്മൾ യെല്ലോയിലാണ്. അതുപോലെ സിറിഞ്ച്, ഗ്ലൗസ്, പ്ലാസ്റ്റിക് വേസ്റ്റ് ഇതൊക്കെ ഇടുന്നത് നമ്മൾ ബ്ലൂവിലാണ്. ഓക്കെ, ഇനി നീഡിൽസ്, കട്ട് ഗ്ലാസസ്. നമ്മൾ ഈ മറ്റേ മെഡിസിൻ ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു കുട്ടി ബോക്സ് ഉണ്ടാവില്ലേ, കുഞ്ഞി ബോട്ടിൽ പോലെ, അത് പൊട്ടിച്ചിട്ടാണ് നമ്മൾ ആ മരുന്ന് അതിൻ്റെ ഉള്ളിൽ എടുക്കുക. അപ്പൊ അത് ഒക്കെ ആ ഗ്ലാസ് നമ്മൾ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യണമല്ലോ. അപ്പൊ അത് ഒരു വൈറ്റ് കണ്ടെയ്നറിലാണ് നമ്മൾ ഇടുക. പ്രോപ്പറായിട്ട് അതൊരു കണ്ടെയ്നറിൽ തന്നെ വെക്കണം. കാരണം ഇപ്പൊ നമ്മളിപ്പോ യൂസ് ചെയ്ത സിറിഞ്ചസ് അല്ലെങ്കിൽ ആ നീഡിൽസ് അല്ലെങ്കിൽ ഇപ്പൊ ഈ കുട്ടി ബോട്ടിൽസ് അതൊക്കെ ചുമ്മാ വെറുതെ ടിഷ്യൂല് കൂട്ടിയിട്ട് ഏതെങ്കിലും ഒരു ബാസ്ക്കറ്റിൽ ഇട്ടാൽ നമ്മൾ വിചാരിക്കും അത് നമ്മൾ ടിഷ്യൂല് പൊതിഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ഈ നീഡിൽസും ഈ ചെറിയ പൊട്ടിയ ബോട്ടിലൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് വേണം നമ്മളതൊരു കണ്ടെയ്നറിൽ അടച്ചു വെക്കണം. അല്ലെങ്കിൽ നമുക്കത് ഫർദർ അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും അതൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുക. നമ്മൾ ലാബിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പ്രോപ്പറായിട്ട് നമ്മൾ ലാബ് വർക്ക് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ നമ്മൾ ഈ
ഈ വേസ്റ്റ് മാനേജ്മെന്റും പ്രോപ്പറായിട്ട് ചെയ്താലാണ് നമ്മുടെ ഒരു ലാബ് ഡ്യൂട്ടി ഒന്ന് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, നമ്മളപ്പോൾ എപ്പോഴും പ്രോപ്പറായിട്ട് നമ്മൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള ബോക്സസ് വരുന്നത്. ഓക്കെ, നമുക്ക് അറിയാവുന്നതാണ് എല്ലാവർക്കും, ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞുള്ളൂ. ഓക്കെ, മറക്കരുത് എന്തിന് ഏതൊക്കെയാണ് അതിന്റെ ട്രീറ്റ്മെന്റും ഓർത്തിരിക്കുക. നമുക്കിനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പേപ്പർ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഈ സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ അതുപോലെ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആ ഭാഗത്ത് നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ഇൻഫെക്ഷൻ റിമൂവ് ഡാഷ് ഫ്രോം ദ സർഫസ് ഓർ മീഡിയം. ഓപ്ഷൻസ് അത് ഓൾ മൈക്രോ ഓർഗാനിസം, ബാക്ടീരിയൽ സ്പോർട്സ്, കെമിക്കൽ ടോക്സിൻസ്, പാത്തോജനിക് ഓർഗാനിസം ആണ്. അത് കേരള PSC 031/2022 ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആൻസർ വരുന്നത് പാത്തോജനിക് ഓർഗാൻസ് ആണ്. എക്സ്പ്ലനേഷൻ നോക്കുകയാണെങ്കിൽ ഡിസ്ഇൻഫെക്ഷൻ ഈസ് എ പ്രോസസ് എലിമിനേറ്റിംഗ് അല്ലെങ്കിൽ റിഡ്യൂസിങ് ഹാർംഫുൾ മൈക്രോ ഓർഗാനിസം, പാർട്ടിക്കുലർലി മെനി എന്നാണ് കേട്ടോ. മെനി പാത്തോജനിക് ഓർഗാനിസം ഫ്രം സർഫസ് ഓർ മീഡിയ. അപ്പൊ സർഫസ് അല്ലെങ്കിൽ മീഡിയ എന്നുള്ള എല്ലാ പാത്തോജൻസിനെയും ഡിസ്ഇൻഫെക്റ്റന്റ് റിമൂവ് ചെയ്യും, നമ്മൾ പഠിച്ചു. അത് ചോദിച്ചിട്ടുള്ളതാണ്, കേരള PSC മുന്നേ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ ടിൻഡലൈസേഷൻ ഈസ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ യൂസിങ് ഓപ്ഷൻസ് ആൽക്കഹോൾ, ഡ്രൈ ഹീറ്റ്, റേഡിയേഷൻ, ദെൻ ഓപ്ഷൻ ഡി സ്റ്റീം. ആൻസർ വരുന്നത് സ്റ്റീം ആണ്. ഇത് 2 വർഷം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. കേരള PSC 031/2020 അതുപോലെ കേരള PSC 168/2016 ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എക്സ്പ്ലനേഷൻ നോക്കുകയാണെങ്കിൽ ടിൻഡലൈസേഷൻ ഇസ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ദാറ്റ് യൂസ് സ്റ്റീം at temperature below 100 degrees Celsius. Okay, temperature below 100 degrees Celsius, typically achieved through intermittent steaming ആണ്. This method is developed by John Tyndall. ആരാണ്? ജോൺ ടിൻഡൽ. ആൻഡ് ഇൻവോൾവ്സ് ഹീറ്റിംഗ് എ സബ്സ്റ്റൻസ് ടു എ ടെമ്പറേച്ചർ സഫിഷ്യന്റ് ടു കിൽ വെജിറ്റേറ്റീവ് സെൽസ് followed by cooling to allow any surviving spores to germinate into vegetative cells which then kill by സബ്സിക്വന്റ് ഹീറ്റിംഗ്. ഇതാണ് നമ്മൾ ടിൻഡലൈസേഷൻ പറയുന്നത്. ആരാണ് ഡിസ്കവർ ചെയ്തത്? ജോൺ ടിൻഡൽ ആണ്. എങ്ങനെയാണ്? ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദെൻ ദിസ് പ്രോസസ് ഈസ് റിപ്പീറ്റഡ് ഓവർ സെവറൽ ഡേയ്സ് ടു എൻഷുർ കംപ്ലീറ്റ് സ്റ്റെറിലൈസേഷൻ. അത് നമ്മൾ റിപ്പീറ്റഡ് ഓവറായിട്ട് സെവറൽ ഡേയ്സിൽ അത് റിപ്പീറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു കംപ്ലീറ്റ് സ്റ്റെറിലൈസ് ആയിരുന്നുള്ളൊരു നമ്മളൊരു തീരുമാനത്തിലോട്ട് നമ്മൾ എത്തുള്ളൂ. ഓക്കെ, ഇതാണ് ടിൻഡലൈസേഷൻ. എന്താണ്? എന്ത് ടൈപ്പ് സ്റ്റെറിലൈസേഷൻ ആണ്? സ്റ്റീം ആണ് അല്ലേ. ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് ഡെവലപ്പ് ചെയ്തത് ജോൺ ടിൻഡൽ ആണ്. ഓക്കെ, then as per biomedical waste management guidelines, the blood bag after use it to be discarded in which basket? which color ആണ് ചോദിച്ചത്. നമ്മളിപ്പോ തന്നെ നമ്മൾ കണ്ടുള്ളൂ അല്ലെ. ഇത് കേരള PSC 031/2020 ചോദിച്ചതാണ്. യെല്ലോയിലാണ് ഇടുക. നമ്മൾ പറഞ്ഞു നമ്മൾ ബോഡി പാർട്സ്, പ്ലാസന്റെ വേസ്റ്റ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ യെല്ലോ കളർ ബാഗിലാണ് ഇടുക. അപ്പൊ അക്കോർഡിംഗ് ടു ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഗൈഡ്ലൈൻ യൂസ് ബ്ലഡ് ബാഗ്സ് ആർ കാറ്റഗറൈസ്ഡ് ആസ് എ യെല്ലോ കാറ്റഗറി വേസ്റ്റ്. എന്നാണ് യെല്ലോ കാറ്റഗറി. സച്ച് വേസ്റ്റ് ഇൻക്ലൂഡ് ഐറ്റം കണ്ടാമിനേറ്റഡ് വിത്ത് ഹ്യൂമൻ ബ്ലഡ്, അതുപോലെ ബോഡി ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ അതർ നമ്മൾ ഇൻഫെക്ഷസ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, അതൊക്കെ തന്നെ നമ്മൾ ഈ യെല്ലോ വേസ്റ്റ് കാറ്റഗറി വേസ്റ്റ് ആണ് തരംതിരിച്ചിട്ടുള്ളത്. ദേ മസ്റ്റ് ബി ഡിസ്കാർഡഡ് ഇൻ യെല്ലോ കളർ കണ്ടെയ്നർ അല്ലെങ്കിൽ ബാഗ് ഫോർ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ, ടിപ്പിക്കലി ത്രൂ ഇൻസർനേഷൻ ഓർ അതർ സേഫ് മെത്തേഡ്. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്തു, പിന്നെ നമ്മൾ നമ്മൾ സെപ്പറേറ്റ് ബാഗിലോട്ടാക്കി, അതിന് ട്രീറ്റ്മെന്റ് ചെയ്തു, ലാസ്റ്റ് ആണ് ഡിസ്പോസലോട്ട് എത്തുള്ളൂ അല്ലേ. അപ്പൊ നമ്മൾ എന്താണ്, നമ്മൾ ഈ ബോഡി പാർട്സ്, ബോഡി ഫ്ലൂയിഡ്സ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഹ്യൂമൻ ബ്ലഡ് അല്ലെങ്കിൽ ഇൻഫെക്ഷസ് ആയിട്ടുള്ള മെറ്റീരിയൽ, അതൊക്കെ നമ്മൾ യെല്ലോ കാറ്റഗറി വേസ്റ്റിലാണ് ഇടുക. അതിനുശേഷം നമ്മൾ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ഇൻസർനേഷൻ ആണോ, അങ്ങനെ പ്രോപ്പർ ആയിട്ട് ഡീപ് ബറീഡ് ആണോ, അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ബാക്കി നമ്മൾ ഫർദർ ഡിസ്പോസ് ചെയ്യും. ഓക്കെ, ദെൻ IV സൊല്യൂഷൻ ക്യാൻ ബി സ്റ്റെറിലൈസ്ഡ് ബൈ. IV സൊല്യൂഷൻ പറഞ്ഞാൽ ഇൻട്രാവീനസ് സൊല്യൂഷൻ ആണ്. അതെങ്ങനെയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്? മെംബ്രെയിൻ ഫിൽട്ടർ വെച്ചിട്ടാണ്. കാരണം IV സൊല്യൂഷൻ പറഞ്ഞാൽ ഹീറ്റ് സെൻസിറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഹൈ ടെമ്പറേച്ചർ ഒന്നും വെച്ചിട്ട് ഓട്ടോക്ലേവ് അല്ലെങ്കിൽ ഹോട്ട് എയർ ഓവൻ ആയിക്കോട്ടെ എന്ത് തന്നെ ആയാലും അത് അത്രയും ടെമ്പറേച്ചറിലൊന്നും വെച്ച് അത് സ്റ്റെറിലൈസ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ therefore they are best sterilized using membrane filtration which involve passing the solution through filter with very fine pore size 0.02 microns ആണ് പറഞ്ഞിട്ടുള്ളത്. അത്രയും കുട്ടി പോർ സൈസിലോട് ഇത് കടത്തിവിടും. ദാറ്റ് റിമൂവ് മൈക്രോ ഓർഗാനിസം വിത്തൗട്ട് യൂസിങ് ഹീറ്റ്. നമ്മൾ ഹീറ്റ് യൂസ് ചെയ്യാതെ തന്നെ നമ്മൾ മൈക്രോ ഓർഗാനിസം അവിടെ റിമൂവ് ചെയ്യാണ്. ദിസ് മെത്തേഡ് എൻഷുർ ദ സ്റ്റെറിലിറ്റി ഓഫ് എ സൊല്യൂഷൻ വിത്തൗട്ട് ആൾട്ടറിങ് ദ കെമിക്കൽ കോമ്പോസിഷൻ. നമുക്കറിയാം നമ്മളൊരു ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ ഒരു കെമിക്കൽ കോമ്പോസിഷൻ ഒക്കെ മാറാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ മെംബ്രെയിൻ ഫിൽട്ടർ അത്രയും
കുഞ്ഞായിട്ടുള്ള നമ്മളെ പോർ ഉപയോഗിച്ചിട്ട് ഫിൽട്ടർ ചെയ്യുന്ന വഴി നമുക്ക് അതിന്റെ കെമിക്കൽ കോമ്പോസിഷനും അതിന്റെ സ്ട്രക്ചറും അതിന്റെ ബാക്കി കോമ്പോസിഷനും കെമിക്കൽ കോമ്പോസിഷനും മാറാതെ നമുക്ക് അതിനെ സ്റ്റെറിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ IV സൊല്യൂഷൻ നമ്മൾ പിന്നെ ആന്റിബയോട്ടിക്സ് അതുപോലെ വാക്സിൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞു അല്ലേ. അപ്പൊ അതൊക്കെ തന്നെ നമ്മൾ മെംബ്രെയിൻ ഫിൽട്ടർ യൂസ് ചെയ്തിട്ടാണ് സ്റ്റെറിൽ ചെയ്തെടുക്കുക. ഇത് കേരള PSC 004/2024 ചോദിച്ചിട്ടുള്ളതാണ്. Then select incorrect statement from the following. Incorrect statement ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതും 004/2024 ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ്. ഫസ്റ്റ് ഓപ്ഷൻസ് നമുക്ക് നോക്കാം. Depyrogenation is done by hot air oven. Then B, pasteurization kills pathogens in milk. Option C, inoculating virus sterilized by red heat method. Then D, antibiotic solution are sterilized by autoclave. ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് മെത്തേഡ്? ഓപ്ഷൻ ഡി ആണ്. ആന്റിബയോട്ടിക് സൊല്യൂഷൻ ഓട്ടോക്ലേവ് വെച്ചിട്ടല്ല സ്റ്റെറിൽ ചെയ്തെടുക്കുക അല്ലെ. നമ്മൾ എങ്ങനെയായിരുന്നു? ഫിൽട്ടർ വെച്ചിട്ടാണ് സ്റ്റെറിൽ ചെയ്തെടുക്കുക. അപ്പൊ എക്സ്പ്ലനേഷൻ നോക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഡീപൈറോജൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈറോജൻസ് ഉണ്ടല്ലോ, ഈ ബാക്ടീരിയൽ ടോക്സിൻ അതിനൊക്കെ റിമൂവ് ചെയ്യുന്നതാണ് ഡീപൈറോജൻസ്. അത് ശരിക്കും പറഞ്ഞാൽ ഹോട്ട് എയർ ഓവനിൽ വെച്ചിട്ട് തന്നെയാണ് അത് സ്റ്റെറിൽ ചെയ്തെടുക്കുക. ഒരു 250 മുതൽ 250 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് വരെ വെച്ചിട്ടാണ് ഈ പൈറോജൻസിനൊക്കെ നമ്മൾ റിമൂവ് ചെയ്തെടുക്കുന്നത്, കില്ല് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെന്റ് ബി നോക്കുകയാണെങ്കിൽ അതും കറക്റ്റ് ആണ്. പാസ്റ്ററൈസേഷൻ ഈ മിൽക്കിലുള്ള പാത്തോജനൊക്കെ കില്ല് ചെയ്യും. നമുക്കറിയാം പാസ്റ്ററൈസേഷൻ മെത്തേഡ് ഹീറ്റിംഗ് മിൽക്ക് ടു സ്പെസിഫിക് ടെമ്പറേച്ചർ ആണ്. യൂഷ്വലി ഒരു 60 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 30 മിനിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 72 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 15 സെക്കൻഡ് ആയിരിക്കും. അപ്പൊ അതുവഴി മൈക്രോബ്സ് ഒക്കെ ഈ കില്ല് ചെയ്യും, നമ്മളെ മിൽക്കിലുള്ള എല്ലാ പാത്തോജൻസിനും കില്ല് ചെയ്യും വിത്തൗട്ട് എഫക്റ്റിംഗ് ദ ടേസ്റ്റ് അല്ലെങ്കിൽ ന്യൂട്രീഷണൽ വാല്യൂ ഓഫ് മിൽക്ക്. ആ മിൽക്കിന്റെ ന്യൂട്രീഷണൽ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ ടേസ്റ്റ് ഒന്നും കൊട്ടം തെറ്റാത്ത രീതിയിലാണ് ഈ പാസ്റ്ററൈസേഷൻ ചെയ്യുന്നത്. ദെൻ സ്റ്റേറ്റ്മെന്റ് സി നോക്കുകയാണെങ്കിൽ ഇനോക്കുലേറ്റിംഗ് വയർ ഈസ് സ്റ്റെറിലൈസ്ഡ് ബൈ റെഡ് ഹീറ്റ് മെത്തേഡ്. ഓക്കെ, ഡയറക്റ്റ് ഫ്ലെയിം അൺടിൽ ഇറ്റ് ബിക്കം റെഡ് ഹോട്ട് എൻഷുറിംഗ് ഓൾ മൈക്രോ ഓർഗാനിസം ആർ ഡിസ്ട്രോയിഡ്. നമ്മൾ ലാബിലൊക്കെ ഇനോക്കുലേറ്റിംഗ് വയർ ലൂപ്പൊക്കെ നമ്മൾ ഇങ്ങനെ കറക്റ്റ് ഒരു റെഡ് ഹോട്ട്, ആ ഒരു റെഡ് ആകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നീ സ്റ്റെറിലായി. ഇനി കുറച്ച് നേരം നമ്മളത് തണുപ്പിക്കാനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പൊ അതുവഴി എന്താണ് നമ്മൾ എൻഷുർ ചെയ്യുന്നത്? മൈക്രോ ഓർഗാനിസം എല്ലാം തന്നെ അവിടെ ഡിസ്ട്രോയ് ആയി. അതാണ് നമ്മൾ ആ വഴി നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെന്റ് ഡി നോക്കുകയാണെങ്കിൽ ആന്റിബയോട്ടിക് സൊല്യൂഷൻ ഓട്ടോക്ലേവ് വെച്ചാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നതാണ് നമ്മൾ ഓപ്ഷൻ ഡി പറഞ്ഞിട്ടുള്ളത്. അത് തെറ്റാണ്. ആന്റിബയോട്ടിക് സൊല്യൂഷൻ കാനോട്ട് ബി സ്റ്റെറിലൈസ്ഡ് ബൈ ഓട്ടോക്ലേവ്. എന്തുകൊണ്ടാണത്? അത് ഹീറ്റ് സെൻസിറ്റീവ് ആണ്. അത് മെംബ്രെയിൻ ഫിൽട്ടർ ഉപയോഗിച്ചിട്ടാണ് അത് സ്റ്റെറിൽ ചെയ്തിട്ട് നമ്മൾ എടുക്കുക. അത് ടിപ്പിക്കലി 0.22 മൈക്രോൺ ആ ഒരു പോർ സൈസ്, അത്രയും കുഞ്ഞു പോർ സൈസ് വെച്ചിട്ടാണ് ഇത് സ്റ്റെറിൽ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുക. അല്ലാതെ നമ്മൾ ഓട്ടോക്ലേവ് യൂസ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ആൻസർ വരുന്നത് ഇതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇനി വിച്ച് ഈസ് നോട്ട് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. ഓപ്ഷൻസ് പറയുന്നത് ഹോട്ട് എയർ ഓവൻ, ഓട്ടോക്ലേവ്, ടിൻഡലൈസേഷൻ, ഇൻസിപ്പിസേഷൻ. ഇതിലെന്താണ്? ഇതില് ഹോട്ട് എയർ ഓവൻ ആണ്. ഹോട്ട് എയർ ഓവൻ എന്താണ്? അത് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. 160 to 180 ഡിഗ്രി സെൽഷ്യസിലാണ് അത് സ്റ്റെറിലൈസ് ചെയ്യുക. അത് കേരള PSC 004/2024 ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ബാക്കി എല്ലാം തന്നെ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. ഓട്ടോക്ലേവ് ആയിക്കോട്ടെ, ടിൻഡലൈസേഷൻ ആയിക്കോട്ടെ, ഇൻസിപ്പിസേഷൻ ആയിക്കോട്ടെ, അതൊക്കെ തന്നെ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ്. ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്റ്ററൈസ്ഡ് സ്റ്റീം അറ്റ് 120 ഡിഗ്രി പ്രഷറൈസ്ഡ് സ്റ്റീം അറ്റ് 120 ഡിഗ്രി സെൽഷ്യസിൽ 15 അല്ലെങ്കിൽ 20 മിനിറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ടിൻഡലൈസേഷൻ എന്ന് പറഞ്ഞാൽ ബിലോ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. സ്റ്റീം നമ്മൾ കുറച്ച് നേരത്തെ തന്നെ പറഞ്ഞു, സ്റ്റീമിംഗ് ആണ്, ഇന്റർമീഡിയറ്റ് സ്റ്റീമിംഗ് ആണ് നടക്കുന്നത്. ഇൻസിപ്പിസേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ മെത്തേഡ് ഓഫ് തിക്കനിങ് ഓഫ് ലിക്വിഡ് മീഡിയ ലൈക്ക് എഗ് ബേസ്ഡ് മീഡിയ, അതൊക്കെ മോയിസ്റ്റ് ഹീറ്റ് വെച്ച് 75 തൊട്ട് 80 ഡിഗ്രി സെൽഷ്യസ്, അതാണ് ആ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓട്ടോക്ലേവും ടിൻഡലൈസേഷനും ഇൻസിപ്പിസേഷനും ഒക്കെ തന്നെ മോയിസ്റ്റ് ഹീറ്റ് ആണ്. ഹോട്ട് എയർ ഓവൻ മാത്രമാണ് ഡ്രൈ ഹീറ്റ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഈ ഓട്ടോക്ലേവിന്റെയും ടിൻഡലൈസേഷന്റെയും ഇൻസിപ്പിസേഷന്റെയും ടെമ്പറേച്ചർ ഒന്ന് പഠിച്ചു വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ സ്റ്റെറിലൈസേഷൻ ഡിസ്ഇൻഫെക്ഷൻ ഭാഗത്ത് നിന്ന് എന്തായാലും ഇതിനെ കുറിച്ചൊരു ചോദ്യം എന്തായാലും ഉറപ്പായിട്ട് ചോദിക്കും. അപ്പോൾ ഉറപ്പായിട്ടും ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ കറക്റ്റ് പെയർ റിഗാർഡിംഗ് കളർ കോഡ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് ബാഗ്. ബ്ലാക്ക് ബോഡി പാർട്സ്, റെഡ് കണ്ടാമിനേറ്റഡ് പ്ലാസ്റ്റിക്സ്, മൂന്നാമത്തെ വൈറ്റ് ഷാർപ്സ്, ദെൻ 4 യെല്ലോ പ്ലാസന്റ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള പേർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻസ് 1 and 3, 2 and 4, 2 and 3, then both B and C. ആൻസർ വരുന്നത് both B and C ആണ്. both B and C. 2ഉം ശരിയാണ്, 4ഉം ശരിയാണ്, 2, 3ഉം. ഓക്കെ, 2 എന്താണ്? റെഡ് കണ്ടാമിനേറ്റഡ് പ്ലാസ്റ്റിക്സ് ആണ്. ദെൻ 4 യെല്ലോ പ്ലാസന്റൊക്കെയാണ്, നമുക്കറിയാവുന്നതാണ്. മൂന്നാമത്തെ എന്താണ്? വൈറ്റ് ഷാർപ്സിനാണ്. ഓക്കെ, ബോഡി പാർട്സ് എന്തിനായിരുന്നു? അത് യെല്ലോയിലാണ് അല്ലേ.
ബ്ലാക്ക് എന്തായിരുന്നു, അത് ജനറൽ വേസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് ഓപ്ഷൻ മാത്രമാണ് തെറ്റ്, ബാക്കി ഇതെല്ലാം തന്നെ ശരിയാണ്. ഓക്കെ, ഹിയർ ദ അക്യുറേറ്റ് കാറ്റഗറൈസേഷൻ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് കളർ കോഡ് നമ്മളിവിടെ പറയുന്നുണ്ട്. ഇത് കേരള PC 084 2024, അതുപോലെ 103/2023 ചോദിച്ചിട്ടുള്ളതാണ്. ബ്ലാക്ക് എന്തിനാണ്? ഫോർ ജനറൽ വേസ്റ്റ് ആണ് അല്ലെ, നോൺ ഹസാഡസ് നോൺ ഇൻഫെക്ഷ്യസ് വേസ്റ്റ് ആണ്. അത് ഇൻകറക്റ്റ് ബോഡി പാർട്സ് ആണ് കൊടുത്തത്, അത് ഇൻകറക്റ്റ് ആണ്. ഇനി റെഡ് എന്തിനാണ്? റെഡ് ഫോർ കണ്ടാമിനേറ്റഡ് പ്ലാസ്റ്റിക് ഐറ്റംസ് ലൈക്ക് സിറിഞ്ച്, നീഡിൽ അല്ല കേട്ടോ, സിറിഞ്ച് മാത്രമേ ഉള്ളൂ. അതുപോലെ IV ട്യൂബ്, കാത്തറ്റേഴ്സ്, അതൊക്കെയാണ് നമ്മളിവിടെ റെഡിൽ കൊടുക്കുന്നത്, അത് ശരിയാണ്. ദെൻ വൈറ്റ് ട്രാൻസ്ലൂസൻ ഫോർ ഷാർപ്പ് ഇൻക്ലൂഡിങ് നീഡിൽ, സ്കാൽപ്പൽസ്, അതുപോലെ ബ്ലേഡ്സ്, അതുപോലെ അതർ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ് ഒക്കെ ഒരു വൈറ്റ് ഇതിലാണ് ഇടുക. നമ്മൾ നേരത്തെ ഈ ഫോട്ടോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായത് അല്ലേ, കറക്റ്റ് ആയിട്ട് ഒരു കണ്ടെയ്നറിൽ നമ്മളത് പ്രോപ്പർ ആയിട്ട് ചെയ്യണം. കാരണം ഈ നീഡിൽ ഈ ബ്ലേഡൊക്കെ തന്നെ നമ്മൾ വല്ല ടിഷ്യൂലോ അല്ലെങ്കിൽ പേപ്പർ വേസ്റ്റ് അങ്ങനെയൊക്കെ ചുരുട്ടി കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വൈറ്റ് ബോക്സ് തന്നെയാണ്, അത് ശരിയാണ്. Then yellow for antimicrobial waste include placenta, body parts, tissue, അതുപോലെ അതർ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള വേസ്റ്റ്, അതൊക്കെയാണ് ഈ യെല്ലോ ബാഗിൽ ഇടുന്നത്. അപ്പൊ ബാക്കി ഈ ഓപ്ഷനും ശരിയാണ്. ഓക്കെ, ഫസ്റ്റ് മാത്രമേ തെറ്റുള്ളൂ, ബ്ലാക്ക്, ബാക്കി എല്ലാം തന്നെ ശരിയാണ്. കണ്ടപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കാണുന്നു, അതും 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. കാരണം ഈ ബയോമെഡിക്കൽ വേസ്റ്റിൽ ഈ ബാഗ്, ഈ കളർ, ഈ ബാസ്കറ്റിന്റെ കളറും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓർത്തേക്ക് നമ്മൾ ലാബിൽ എപ്പോഴും അത് ലാബിൽ വർക്ക് ചെയ്യുന്നവർ എന്തായാലും ഇതിനെപ്പറ്റി പ്രോപ്പർ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, അവെയർ ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, as per Biomedical Waste Management Act 2016, contaminated material, lab specimen, culture media, etc. come under which category? ഇതുണ്ടോ, വീണ്ടും അതിനെ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. കേരള PC 119/2024 റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിലാണ്. യെല്ലോ ആണ് ആൻസർ വരിക. അണ്ടർ ദ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ 2016 യെല്ലോ കാറ്റഗറി നമുക്ക് എന്തിനൊക്കെയാ നോക്കാം. ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റ്, ടിഷ്യൂ, ഓർഗൻ, അതുപോലെ ബോഡി പാർട്സ്, കണ്ടാമിനേറ്റഡ് മെറ്റീരിയൽ, അതുപോലെ അത് കണ്ടാമിനേറ്റഡ് വിത്ത് ഈ ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ്, അല്ലെങ്കിൽ സോയിൽഡ് ഡ്രസ്സിങ്, അതുപോലെ സ്വാബ്, ഗോസ്, അതുപോലെ പ്ലാസ്റ്റേഴ്സ്, അതൊക്കെയാണ് ഒരു കണ്ടാമിനേറ്റഡ് മെറ്റീരിയൽ വരിക. അതുപോലെ ലബോറട്ടറി വേസ്റ്റ്, സ്പെസിമെൻ കൾച്ചർ, സ്റ്റോക്സ് ഓഫ് ഇൻഫെക്ഷ്യസ് ഏജന്റ്, അതുപോലെ കൾച്ചർ മീഡിയ, അതുപോലെ ഡിസ്കാർഡഡ് ലൈവ് വാക്സിൻസ്, അതൊക്കെ ഒരു ലബോറട്ടറി വേസ്റ്റിന്റെ കാറ്റഗറിയിൽ വരും. അതിന് അതർ ഇൻഫെക്ഷ്യസ് വേസ്റ്റ് നോക്കുകയാണെങ്കിൽ എക്സ്പയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്കാർഡ് ആയിട്ടുള്ള മെഡിസിൻസ്, അതുപോലെ കെമിക്കൽ വേസ്റ്റ് യൂസ്ഡ് ഇൻ ഡിസ്ഇൻഫെക്ഷനിൽ യൂസ് ചെയ്തിട്ടുള്ള കെമിക്കൽ വേസ്റ്റ്, അതൊക്കെയാണ് ഈ അതർ ഇൻഫെക്ഷൻസ് ആയിട്ട് വരിക. അപ്പൊ ഇതൊക്കെ തന്നെ ഒരു യെല്ലോ വേസ്റ്റ് ബാഗിലാണ് വരിക. അണ്ടർ എന്തായിരുന്നു, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ ആക്ട്, 2016 റൂൾ പ്രകാരം ഈ യെല്ലോ കാറ്റഗറിയിൽ വരുന്നതാണ് ഇതെല്ലാം തന്നെ. അപ്പൊ ഇതിൽ ഏത് ചോദിച്ചാലും നമ്മൾ യെല്ലോ ബാഗിലാണ് വരിക, മറക്കരുത്. ഇമ്പോർട്ടന്റ് ആണ്, കാരണം നമ്മളിപ്പോ 2-3 ക്വസ്റ്റ്യൻ ആയല്ലേ, ഇതെന്നെ റിലേറ്റ് ചെയ്ത് കാണണം. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ആരും വിട്ടുപോരുത് കേട്ടോ. നെക്സ്റ്റ്, വിച്ച് among these following not method of testing efficiency of disinfectant? എഫിഷ്യൻസി ഓഫ് ഡിസ്ഇൻഫെക്റ്റന്റ് ടെസ്റ്റ് അല്ലാത്തത് നോട്ട് മെത്തേഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ട്രൈഫീനൈൽ ടെട്രാസോളിയം ക്ലോറൈഡ് ടെസ്റ്റ്, റൈഡൽ വാക്കർ ടെസ്റ്റ്, ചിക് മാർട്ടിൻ ടെസ്റ്റ്, കെൽസി സൈക്കർ ടെസ്റ്റ്. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ ആണ് അല്ലെ, ട്രൈഫീനൈൽ ടെട്രാസോളിയം ക്ലോറൈഡ് ടെസ്റ്റ് ആണ്. ഇത് 119/2024 ചോദിച്ചിട്ടുള്ളതാണ്. ഇതിൽ ട്രൈഫീനൈൽ ടെട്രാസോളിയം ക്ലോറൈഡ് TTC ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബാക്ടീരിയ മോട്ടിലിറ്റി അല്ലെങ്കിൽ വയബിലിറ്റി ടെസ്റ്റ് ആണ്. അല്ലാതെ നമ്മൾ ഈ ഡിസ്ഇൻഫെക്റ്റന്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യാനുള്ളതല്ല. ഇനി നമുക്ക് അതർ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ റൈഡൽ വാക്കർ ടെസ്റ്റ് എന്തിനായിരുന്നു? അതൊരു നമ്മളെ ഈ ടെസ്റ്റിംഗ് ഓഫ് ഡിസ്ഇൻഫെക്റ്റന്റ് ട്രഡീഷണൽ മെത്തേഡാണ്. അത് ഡിറ്റർമിൻ ടു ഫീനോൾ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ഇൻഫെക്റ്റന്റ് വിച്ച് മെഷർ എഫിഷ്യൻസി, നമ്മൾ ആ ഡിസ്ഇൻഫെക്റ്റന്റ് ഒക്കെ എഫിഷ്യൻസി ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ചിക് മാർട്ടിൻ ടെസ്റ്റ് എന്ന ഒരു അനദർ മെത്തേഡാണ്. ഈ ഡിസ്ഇൻഫെക്റ്റന്റ് എഫിഷ്യൻസി ചെക്ക് ചെയ്യാനുള്ള ഒരു അനദർ മെത്തേഡാണ്. അഗൈൻസ്റ്റ് സ്പെസിഫിക് ഓർഗാനിസം ആണ് സ്പെസിഫിക് കണ്ടീഷൻ. ഒരു സ്പെസിഫിക് നമ്മൾ നേരത്തെ ഒരു ടേബിൾ പഠിച്ചു അല്ലെ, ഓരോ ടൈമും അല്ലെങ്കിൽ എന്താണ് ആ ചെയ്യുന്ന ആ രീതി. ഇപ്പൊ ഇന്ന ടൈമിൽ ഇത്ര മൈക്രോ ഓർഗാനിസം കില്ലാവണം, അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് മൈക്രോ ഓർഗാനിസം കില്ലാവണം, ആ രീതിക്ക് നമ്മൾ പഠിച്ചിരുന്നു. ഇനി കെൽസി സൈക്കർ ടെസ്റ്റ് എന്ന സസ്പെൻഷൻ ടെസ്റ്റ് ഈസ് യൂസ് ടു ഇവാലുവേറ്റ് ബാക്ടീരിയസൈഡൽ ആക്ടിവിറ്റി ഓഫ് ഡിസ്ഇൻഫെക്റ്റന്റ് അണ്ടർ പ്രാക്ടിക്കൽ കണ്ടീഷൻ. നമ്മൾ ഓരോ എക്സാമ്പിൾ ഇപ്പോൾ സ്റ്റഫിലോകോക്കസ് ഓറിയസ്, അതുപോലെ സ്യൂഡോമോണാസ് എറോജനസ, അതുപോലെ ഓരോ എക്സാമ്പിൾ ആയിട്ടുള്ള ഓർഗാൻസ് നമ്മൾ ഏത് ഓർഗാൻസ് ടെസ്റ്റ് ചെയ്യുക, അതൊക്കെ നമ്മളൊരു ടേബിൾ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഇതിൽ ഈ നമ്മൾ ഡിസ്ഇൻഫെക്റ്റന്റ് എഫിഷ്യൻസി ചെക്ക് ചെയ്യാനല്ല ടെസ്റ്റ് അല്ലാത്തത് ഈ ട്രൈഫീനൈൽ ടെട്രാസോളിയം ക്ലോറൈഡ് മാത്രമേ ഉള്ളൂ. അതെന്തിനാണ് നോക്കുന്നത്? ബാക്ടീരിയയുടെ മോട്ടിലിറ്റി, വയബിലിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കി റൈഡൽ വാക്കർ, അതുപോലെ ചിക് മാർട്ടിൻ, കെൽസി സൈക്കർ ടെസ്റ്റ്, ഇതൊക്കെ തന്നെ ഈ ഡിസ്ഇൻഫെക്റ്റന്റിന്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ,
ദെൻ 10th ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കേരള PSC 119/2024 ചോദിച്ചിട്ടുള്ളതാണ്. ബയോളജിക്കൽ സ്റ്റെറിലൈസേഷൻ കൺട്രോൾ ഓൺ ഓട്ടോക്ലേവ് ഈസ്. എന്താണ് ബയോളജിക്കൽ കൺട്രോൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻസ്: സ്പോർ ഓഫ് ക്ലോസ്ട്രിഡിയം ടെറ്റനി, സ്പോർ ഓഫ് ബാസിലസ് സബ്സ്റ്റിൽസ്, ദെൻ സ്പോർ ഓഫ് ബാസിലസ് പ്യൂമിസ്, ദെൻ സ്പോർ ഓഫ് ജിയോബാസിലസ് സ്റ്റീരിയോതെർമോഫിൽസ്. ഏതാണ് നമ്മൾ ഓട്ടോക്ലേവ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിന്റെ എപ്പോഴും നേരത്തെ നമ്മൾ ഡിസിൻഫെക്റ്റന്റ് ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എപ്പോഴും ഓട്ടോക്ലേവിന്റെയും ഒരു എഫിഷ്യൻസി ചെക്ക് ചെയ്യാറുണ്ട്. ഒരു കുഞ്ഞൊരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു കുട്ടി ബോട്ടിൽ ഉണ്ടാവും. നമ്മളത് അതിൻ്റെ ഉള്ളിൽ ഈ ജിയോബാസിലസ് തെർമോസിരിയോഫിൽസ് ഉണ്ടാവും. അപ്പൊ നമ്മളത് അതിങ്ങനെ അതിന്റെ മേലെ ഇങ്ങനെ തട്ടി കഴിഞ്ഞാൽ അത് പൊട്ടി അതിൻ്റെ ഉള്ളിലാവും. അപ്പൊ അത് നമ്മൾ ഓട്ടോക്ലേവിൽ വെച്ച് സ്റ്റെറിലൈസ് ചെയ്ത് നോക്കും. അപ്പൊ അതൊരു ബ്ലൂ കളർ അല്ലെങ്കിൽ ഒരു വയലറ്റ് പോലത്തെ ഒരു കളർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ അതിന്റെ കൺട്രോളും ഒക്കെ വെക്കും. അപ്പൊ നമ്മൾ പുറത്ത് അതിന്റെ കൺട്രോൾ വെക്കും. നമ്മൾ ടെസ്റ്റ് ചെയ്യാനുള്ളത് നമ്മൾ ഓട്ടോക്ലേവിൽ വെച്ചിട്ട് അത് സ്റ്റെറിലൈസ് ചെയ്തെടുത്തിട്ട് നമ്മളത് ഒരു ദിവസം അത് ഇൻക്യുബേറ്റ് ചെയ്യും. 60 ഡിഗ്രി സെൽഷ്യസിൽ അത് ഇൻക്യുബേറ്റ് ചെയ്യും. ആഫ്റ്റർ ഇൻക്യുബേഷൻ എന്തായിരിക്കും, പുറത്ത് വെച്ച് ചുമ്മാ വെച്ചത് എന്തായിരിക്കും, അതൊരു യെല്ലോ കളർ ആയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഓട്ടോക്ലേവിൽ വെച്ച് സ്റ്റെറിലൈസ് ചെയ്തത് ശരിക്കും അതേ സെയിം കളർ തന്നെയാണ് ആവേണ്ടത്. ഇനിയിപ്പോൾ ഓട്ടോക്ലേവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലാണ് അത് മഞ്ഞ കളറിൽ യെല്ലോ കളർ ആയിരിക്കും. കാരണം അവിടെ ജിയോബാസിലസ് സ്റ്റീരിയോതെർമോഫിൽസ് അവിടെ വളർന്നു. അപ്പൊ അതുവഴി നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, അവിടെ ഓട്ടോക്ലേവിന് എന്തോ പ്രശ്നമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതാണ് ആ ഒരു മെത്തേഡ് വരുന്നത്. അപ്പൊ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ദ ബയോളജിക്കൽ സ്റ്റെറിലൈസേഷൻ കൺട്രോൾ ഇറ്റ് ഇൻവോൾവ്സ് ഹൈലി റെസിസ്റ്റന്റ്, ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ടു ടെസ്റ്റ് എഫിഷ്യൻസി ഓഫ് ഓട്ടോക്ലേവ്. നമുക്കറിയാം ഒരു 121 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുക അല്ലെ. അപ്പൊ അത്രയും ഹീറ്റ് സെൻസിറ്റീവ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഓട്ടോക്ലേവിന്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യുന്നത്. ഏതാണ് യൂസ് ചെയ്യുന്നത്? ജിയോബാസിലസ് സ്റ്റീരിയോതെർമോഫിൽസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ജിയോബാസിലസ് സ്റ്റീരിയോതെർമോഫിൽസ് സ്പോർസ് സ്പെസിഫിക്കലി യൂസ്ഡ് ഫോർ പർപ്പസ് ഹൈലി ഹീറ്റ് റെസിസ്റ്റന്റ്. എന്തുകൊണ്ടാണ് അത് യൂസ് ചെയ്യാൻ നോക്കാം. ഹൈലി ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്. അതുപോലെ ദേ ക്യാൻ സർവൈവ് ഹൈ ടെമ്പറേച്ചർ ലോങ്ങർ പീരീഡ് മേക്കിംഗ് ദം ഐഡിയൽ ഫോർ ടെസ്റ്റിംഗ് ഓട്ടോക്ലേവ് എഫിഷ്യൻസി. ബാക്കിയുള്ള ബാക്ടീരിയനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് എന്താ പറയുക, ഹൈലി അത്രയും റെസിസ്റ്റന്റ് ആണ്. നമ്മൾ അത്രയും ഹൈ ടെമ്പറേച്ചർ ലോങ് പീരീഡ് ഇരുന്നാലും അതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് വെച്ച് അതുകൊണ്ട് നമുക്ക് തന്നെ ഓട്ടോക്ലേവിന്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെയർ ഡിസ്ട്രക്ഷൻ ഇൻഡിക്കേറ്റ് സക്സസ്ഫുൾ സ്റ്റെറിലൈസേഷൻ. അത് അതേപോലെ തന്നെ കളറിലാണ് ഉള്ളതെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആണ്, നമ്മൾ സ്റ്റെറിലൈസേഷൻ ഓട്ടോക്ലേവിന്റെ അവിടെ വർക്കൊക്കെ ഓക്കെ ആണ്. പക്ഷെ അതർവൈസ് അതൊരു യെല്ലോ കളറാണ് കാണുന്നതെങ്കിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് നമ്മളപ്പോൾ മനസ്സിലാക്കണം. ദെൻ അതർ ഓപ്ഷൻസും കൂടെ നമുക്ക് നോക്കാം. ക്ലോസ്ട്രിഡിയം ടെറ്റനി നോട്ട് യൂസ്ഡ് ഫോർ സ്റ്റെറിലൈസേഷൻ കൺട്രോൾ. ബാസിലസ് സബ്സ്റ്റിൽസ് യൂസ്ഡ് ഫോർ ഡ്രൈ ഹീറ്റ് or ethylene oxide sterilization, not steam sterilization. Bacillus substance എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡ്രൈ ഹീറ്റ് അല്ലെങ്കിൽ ethylene oxide സ്റ്റെറിലൈസേഷന്റെ അതിന് വേണ്ടിയിട്ട്. ദെൻ ബാസിലസ് പ്യൂമിസ് യൂസ്ഡ് ഫോർ റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ കൺട്രോൾ. അപ്പൊ ക്ലോസ്ട്രിഡിയം ടെറ്റനി ഇല്ല, ഈ ബാസിലസ് സബ്സ്റ്റിൽസും ബാസിലസ് പ്യൂമിസും ബാക്കി ഡ്രൈ ഹീറ്റും അതുപോലെ റേഡിയേഷനും ഒക്കെ ആ സ്റ്റെറിലൈസേഷൻ കൺട്രോൾ അതിന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ദ ജിയോബാസിലസ് തെർമോഫിലിസ് ഈ സ്റ്റാൻഡേർഡ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാൻഡേർഡ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ഫോർ ഓട്ടോക്ലേവ് സ്റ്റെറിലൈസേഷൻ കൺട്രോൾ. അപ്പോൾ മറക്കരുത്, എന്താണ് ജിയോബാസിലസ് സ്റ്റീരിയോതെർമോഫിലിസ്. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദിസ് ഫോളോയിങ് ഹൈ ലെവൽ ഡിസ്ഇൻഫെക്റ്റന്റ്? ഇതിൽ ഏതാണ് ഹൈ ലെവൽ ഡിസ്ഇൻഫെക്റ്റന്റ് നോക്കിയാലോ. അപ്പോൾ ഓപ്ഷൻസ് പറയുന്നത് 70% ഓഫ് എഥൈൽ ആൽക്കഹോൾ, ഓപ്ഷൻ ബി ഹൈഡ്രജൻ പെറോക്സൈഡ്, ഓപ്ഷൻ സി ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട്, ദെൻ ഓപ്ഷൻ ഡി ഫീനോൾ. അപ്പൊ ആൻസർ വരുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. നോക്കുകയാണെങ്കിൽ ഹൈ ലെവൽ ഡിസ്ഇൻഫെക്റ്റന്റ് ആണ് കാപ്പബിൾ ഓഫ് കില്ലിംഗ് ഓൾ മൈക്രോ ഓർഗാനിസംസ് എക്സെപ്റ്റ് ഹൈ ലെവൽ ഓഫ് ബാക്ടീരിയൽ സ്പോർസ്. ദേ ആർ എഫക്റ്റീവ് അഗൈൻസ്റ്റ് എന്നാണ് ഈ വൈറസ്, ഫംഗി അല്ലെങ്കിൽ ഈവൻ മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലോസിന് വരെ. അപ്പോൾ ഹൈ ലെവൽ ഡിസ്ഇൻഫെക്റ്റന്റ് എന്താണ്, ആ മൈക്രോ ഓർഗാനിസം അത്ര ഹൈ ലെവൽ ബാക്ടീരിയൽ സ്പോർട്സിന് വരെ കില്ല് ചെയ്യാനുള്ള കാപ്പബിൾ ആയിരിക്കണം അല്ലെ. ഇനി അതർ ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 70% ഓഫ് ഈഥൈൽ ആൽക്കഹോൾ, 70% ഓഫ് ഈഥൈൽ ആൽക്കഹോൾ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ഇൻഫെക്റ്റന്റ് ആണ്. അത് മെയിൻ ആയിട്ട് നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് 70% ഓഫ് ഈഥൈൽ ആൽക്കഹോൾ. ഇത് മോസ്റ്റ് ഓഫ് ബാക്ടീരിയ അതുപോലെ വൈറസ്, ഫംഗി അതുപോലെയാണ്. പക്ഷെ ഈ ബാക്ടീരിയ സ്പോർട്സിനോടൊക്കെ അത്ര എഫക്റ്റീവ് അല്ല. ദെൻ ഹൈഡ്രജൻ പെറോക്സൈഡ് നോക്കുകയാണെങ്കിൽ ഹൈ ലെവൽ ഡിസ്ഇൻഫെക്റ്റന്റ് ആണ്. ദേ യൂസ് ടു ഹയർ കോൺസെൻട്രേഷൻ, ടിപ്പിക്കലി 6 to 25%. ഇത് നമ്മുടെ ഈ വൈഡ് റേഞ്ച് ഓഫ് മൈക്രോ ഓർഗാനിസത്തിനൊക്കെ ഇതിൽ എഫക്റ്റീവ് ആണ്, അതുപോലെ തന്നെ ഇൻക്ലൂഡിങ് സ്പോർട്സ്. ദെൻ ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട് QAC, ഇത് ലോ ഇന്റർമീഡിയറ്റ് ലെവൽ ഡിസ്ഇൻഫെക്റ്റന്റ് ആണ്, വളരെ ലോ ലെവലാണ്. ആൻഡ് മെയിൻലി എഫക്റ്റീവ് അഗൈൻസ്റ്റ് ബാക്ടീരിയ, സം വൈറസ് ആൻഡ്
ഫംഗൈ. പക്ഷെ സ്പോർട്സിനോട് അത്ര എഫക്റ്റീവ് അല്ല. ദെൻ ഫീനോൾ ഇസ് എ ഇന്റർമീഡിയറ്റ് ലെവൽ ഡിസിൻഫെക്റ്റ് ആണ്, എഫക്റ്റീവ് അഗൈൻസ്റ്റ് മോസ്റ്റ് ഓഫ് ബാക്ടീരിയ. നേരത്തെ പറഞ്ഞ പോലെ ഫംഗൈ, പക്ഷെ സ്പോറിനോട് അത്ര എഫക്റ്റീവ് അല്ല. ഈ ഫീനോളും ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ടും ഇത് ആൾക്കൊള്ളൊക്കെ ബാക്ടീരിയ, ഫംഗസ് അതിനോടൊക്കെ തന്നെ അതിനൊക്കെ എതിരെ എഫക്റ്റീവ് ആണെങ്കിലും സ്പോറിനോട് അത്ര എഫക്റ്റീവ് അല്ല. അപ്പൊ അതിനായിട്ട് നമ്മൾ അത്രയും ഹൈ ലെവൽ ആയിട്ടുള്ള ഒരു ഡിസിൻഫെക്റ്റന്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ്. ഓക്കെ, ഹൈഡ്രജൻ പെറോക്സൈഡ്. ബാക്കിയൊക്കെ ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ലോ ലെവൽ ഡിസിൻഫെക്റ്റന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഒപ്റ്റിമം ടെമ്പറേച്ചർ ടൈം ദ കോമ്പിനേഷൻ ഓഫ് സ്റ്റെറിലൈസിങ് ഗ്ലാസ് വെയർസ് ഇൻ ഹോട്ട് എയർ ഓവൻ. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ്റെ അടിയിൽ നോക്കൂ, ഞാനിവിടെ കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട് PSCന്റെ. എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 1 2 3 4 5 6. 2022 2 എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, 3 എക്സാം ചോദിച്ചിട്ടുണ്ട്, 2014 ചോദിച്ചിട്ടുണ്ട്, 2018 ചോദിച്ചിട്ടുണ്ട്, 2015 ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പിച്ച വെച്ച് നടക്കുന്ന കാലം മുതലേ ഉള്ള എക്സാമിനൊക്കെ തന്നെ ഇത് ചോദിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സ്റ്റെറിലൈസേഷനിൽ നമ്മുടെ ഹോട്ട് എയർ ഓവന്റെ ടെമ്പറേച്ചർ 160 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1 അവർ ആണ്. ഇതല്ല, നമ്മളെ ആൻസർ ഇതാണ്. 160 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1 അവർ. ദ ഹോട്ട് എയർ ഓവൻ ഈസ് യൂസ് ടു ഡ്രൈ ഹീറ്റ്. നമ്മൾ ഓട്ടോക്ലേവ് ഒക്കെ മോയിസ്റ്റ് ഹീറ്റ് ആയിരുന്നു. ഇൻസ്പിസേഷൻ അതുപോലെ തന്നെ നമ്മൾ ബാക്കി ടിൻഡലൈസേഷൻ ഒക്കെ പറഞ്ഞു, അതൊക്കെ മോയിസ്റ്റ് ആണ്. ഇവിടെ എന്താണ് ഹോട്ട് എയർ ഓവൻ എന്താണ്? അതൊരു ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആണ്, വിച്ച് ഇസ് സ്യൂട്ടബിൾ ഫോർ മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ടോളറേറ്റ് ഹൈ ടെമ്പറേച്ചർ വിത്തൗട്ട് മോയ്സ്ചർ സച്ച് ഗ്ലാസ് വെയർസ്, മെറ്റൽ ഇൻസ്ട്രുമെന്റ്സ്, പൗഡേഴ്സ്. അതൊക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഹോട്ട് എയർ ഓവൻ ആണ് വിത്തൗട്ട് മോയ്സ്ചർ. ദ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ഓഫ് ഹോട്ട് എയർ ഓവൻ നമുക്ക് നോക്കാം. 160 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1 അവർ. ഇതാണ് മോസ്റ്റ് കോമൺലി ആയിട്ടുള്ള മോസ്റ്റ് എപ്പോഴും യൂസ് ചെയ്ത് വരുന്നത് ഇതാണ്. ഇനി 170 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്സ് വെക്കാം. അതുപോലെ 180 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 മിനിറ്റ്സ് വെക്കാം. ഇനി ഇതല്ല എക്സാമിന് ഇതാണ് ചോദിക്കുന്നത് മറക്കരുത്. 160 ഡിഗ്രി ആണെങ്കിൽ 1 മണിക്കൂർ, 170 170 ആണെങ്കിൽ 30 മിനിറ്റ്, 180 ആണെങ്കിൽ 15 മിനിറ്റ്. ഓക്കെ, മറക്കരുത്. 160 ആണെങ്കിൽ എത്രയാണ്? 1 മണിക്കൂർ. 170 ആണെങ്കിൽ എത്രയാ? 30 മിനിറ്റ്. 180 ആണെങ്കിലോ 15 മിനിറ്റ് വെച്ചാൽ മതി. ദീസ് കണ്ടീഷൻ ആർ എൻഷുർ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് മൈക്രോഓർഗാനിസം ഇൻക്ലൂഡിംഗ് ബാക്ടീരിയൽ സ്പോർ. അപ്പോൾ ഇതുവരെ നമുക്ക് ആ മൈക്രോഓർഗാനിസം കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ അവിടെ എൻഷുർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻക്ലൂഡിംഗ് ബാക്ടീരിയൽ സ്പോർട്സിനെയും അവിടെ ഇഫക്റ്റീവ് ആയിട്ട് കിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. വിച്ച് ഓഫ് ദീസ് ഫോളോയിങ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ? ഏതാണ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ? നമ്മളിപ്പോൾ തന്നെ പറഞ്ഞോളൂ അല്ലെ. ബോയിലിംഗ് ഉണ്ട്, പ്രഷർ കുക്കർ ഉണ്ട്, ഓട്ടോക്ലേവ് ഉണ്ട്, ഹോട്ട് എയർ ഓവൻ ഉണ്ട്. ഏതാണ്? ഹോട്ട് എയർ ഓവൻ ആണ്. ഹോട്ട് എയർ ഓവൻ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ്, വിത്തൗട്ട് മോയ്സ്ചർ കിൽ മൈക്രോഓർഗാനിസം. നമ്മളിപ്പോൾ പറഞ്ഞു. ദ ഹോട്ട് എയർ ഓവൻ ഈസ് സ്റ്റാൻഡേർഡ് മെത്തേഡ് ഓഫ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ വിച്ച് വേർ മെറ്റീരിയൽ എക്സ്പോസ് ടു ടെമ്പറേച്ചർ 160 to 180 ഡിഗ്രി സെൽഷ്യസ് ആണ്. 160 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ എത്രയാണ് ടെമ്പറേച്ചർ? എത്രയാണ്? 1 മണിക്കൂറാണ് അല്ലെ. ഇനി 170 ആണെങ്കിലോ 30 മിനിറ്റ് ആണ്. ഇനിയിപ്പോ നമുക്ക് 15 മിനിറ്റ് വെച്ചാൽ മതി. അപ്പൊ നമുക്ക് എത്ര ഡിഗ്രിയിലാണ് അത് വെക്കുക? 180 ആണ് അല്ലെ. അപ്പൊ ഈ 3 ടെമ്പറേച്ചറും അതിന്റെ ടൈമും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈമും ഉറക്കരുത്. ഇനി നമുക്ക് ബാക്കിയുള്ളത് കൊണ്ട് നോക്കാം. ബോയിലിംഗ് ദിസ് എ മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡ്, ഡ്രൈ ഹീറ്റ് അല്ല. പ്രഷർ കുക്കർ ആണെങ്കിൽ അതിന്റെ പ്രിൻസിപ്പിൾ മോയിസ്റ്റ് ഹീറ്റ് ആണ്, യൂസിങ് സ്റ്റീം അണ്ടർ പ്രഷർ ആണ്. ഓട്ടോക്ലേവ് ഈസ് ഓൾസോ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആണ്, യൂസിങ് സ്റ്റീം അണ്ടർ പ്രഷർ 121 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 മിനിറ്റ്സ് അറ്റ് 50 LVBS ആ പ്രഷറിലാണ് ഹീറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ തന്നെ ഈ ഓട്ടോക്ലേവിന്റെ എഫിഷ്യൻസി നോക്കാൻ വേണ്ടിയിട്ട് ഒരു ബാക്ടീരിയനെ യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഏതായിരുന്നു അത്രയും ഹൈലി ഹീറ്റിനോട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ? ജിയോബാസിലസ് സ്റ്റീരിയോതെർമോഫിൽസ് അല്ലെ. മറക്കരുത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാം നിങ്ങളെ. ഓക്കെ, ദെൻ റേഡൽ വാർക്കർ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ്. എന്തിനാണ് റേഡൽ വാർക്കർ? നമ്മൾ ചിക്മാർട്ടിൻ ടെസ്റ്റും ഫിനോൾ കോഫിഷ്യന്റും ഒക്കെ പറഞ്ഞു. അതെന്തിനായിരുന്നു? എഫിഷ്യൻസി ഓഫ് ഡിസ്ഇൻഫെക്റ്റന്റ് ആണ് അല്ലെ. അപ്പൊ റേഡൽ വാർക്കർ ടെസ്റ്റ് ഈസ് സ്റ്റാൻഡേർഡ് മെത്തേഡ് യൂസ് ടു മെഷർ എന്താണ്? എഫിഷ്യൻസി ഓഫ് ഡിസ്ഇൻഫെക്റ്റന്റ്. ഇറ്റ് ഡിറ്റർമിൻ ഫിനോൾ കോഫിഷ്യന്റ് ഓഫ് ഡിസ്ഇൻഫെക്റ്റന്റ് വിച്ച് മെഷർ അബിലിറ്റി ടു കിൽ സ്പെസിഫിക് ബാക്ടീരിയ കമ്പയർഡ് ടു ഫിനോൾ. നമ്മൾ ഡിസ്ഇൻഫെക്റ്റന്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും പറഞ്ഞിരുന്നു നമുക്കത് അതിന്റെ എഫിഷ്യൻസി കൂടി ചെക്ക് ചെയ്ത് പോയിരുന്നു അല്ലേ. അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡാണ് ഈ റേഡൽ വാർക്കർ ടെസ്റ്റ്. അതെന്താ ചെയ്യുക? അബിലിറ്റി ടു കിൽ സ്പെസിഫിക് ബാക്ടീരിയ കമ്പയർ ടു ആ ഫിനോളിനോട് വെച്ച് കമ്പയർ ചെയ്തിട്ട് അതിന്റെ എത്രമാത്രം കില്ലാവുന്നുണ്ടെന്ന് അത് മെഷർ ചെയ്ത് പോകുന്നുണ്ട്. ദിസ് ടെസ്റ്റ് ഇൻവോൾവ് കമ്പയറിംഗ് ദ ഡിസ്ഇൻഫെക്റ്റൻസ് ബാക്ടീരിയസൈഡൽ ആക്ടിവിറ്റി അഗൈൻസ്റ്റ് സ്റ്റാൻഡേർഡ് ഓർഗാനിസം ടിപ്പിക്കലി സാൽമണല്ല ടൈഫി. നമ്മളൊരു ബോക്സ് പഠിച്ചിരുന്നു.
അതിൽ നമ്മൾ ഡിഫറെന്റ് ടെസ്റ്റുകളും അതുപോലെ എക്സാമ്പിൾ ഓഫ് ആ ടെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബാക്ടീരിയയുടെ പേരൊക്കെ പഠിച്ചിരുന്നു അല്ലേ. ഇനി ദ ഹയർ ഫിനോൾ കോഎഫിഷ്യൻ ദ മോസ്റ്റ് എഫക്റ്റീവ് ഡിസ്ഇൻഫെക്റ്റന്റ്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് റെഡൽ വാക്കർ ടെസ്റ്റിൽ പറയാനുള്ളൂ. അത് നമ്മളെ എഫിഷ്യൻസി ഡിസ്ഇൻഫെക്റ്റന്റിന്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി അതർ ഓപ്ഷൻസ് കൂടെ നമുക്കൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം. എഫിഷ്യൻസി ഓഫ് ബാക്ടീരിയോളജിക്കൽ ഫിൽട്ടർ, അത് ഈ ബാക്ടീരിയൽ ഫിൽട്രേഷൻ ഉണ്ടല്ലോ അതിന്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ എഫിഷ്യൻസി ഓഫ് ആന്റിബയോട്ടിക്സ്, അതിനായിട്ട് യൂസ് ചെയ്യുന്നത് ടെസ്റ്റഡ് യൂസിങ് മെത്തേഡാണ്. അത് ഡിസ്ക് ഡിഫ്യൂഷൻ, നമുക്കറിയാം ഹെർബിവോറസ്, അതുപോലെ MIC മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ, ഇതൊക്കെ ഈ ആന്റിബയോട്ടിക്കിന്റെ എഫിഷ്യൻസി നോക്കാനാണ്. ദെൻ എഫിക്കസി ഓഫ് അയണൈസിങ് റേഡിയേഷൻ, അത് മെഷേർഡ് യൂസിങ് ഡെസിമെട്രി മൈക്രോബിയൽ റിഡക്ഷൻ ടെസ്റ്റ്, D10 വാല്യൂസ്, അതാണ് ഈ റേഡിയേഷന്റെ ഈ എഫിക്കസി ഓഫ് ഡിസ്ഇൻഫെക്റ്റന്റ് യൂസ് ചെയ്യുന്നത് റെഡൽ വാക്കറാണ്. ആന്റിബയോട്ടിക്കിന് ഏതൊക്കെയാണ് ഹെർബിവോറസും അതുപോലെ MIC മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ. അതുപോലെ ബാക്ടീരിയോളജിക്കൽ ഫിൽട്ടർ എന്തിനായിരുന്നു, ആ ഫിൽറ്ററിന്റെ എഫിഷ്യൻസി നോക്കാനായിട്ട്. അതുപോലെ റേഡിയേഷൻ എന്തായിരുന്നു, യൂസിങ് ഡോസിമെട്രി അതുപോലെ മൈക്രോബിയൽ റിഡക്ഷൻ ടെസ്റ്റ് ഒക്കെയാണ് ചെയ്തു വരുന്നത് ആ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ബെസ്റ്റ് ഡിസ്ഇൻഫെക്റ്റന്റ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ ബ്ലഡ് സ്പിൽസ്. ബ്ലഡ് സ്പിൽസിനുള്ള ബെസ്റ്റ് ഡിസ്ഇൻഫെക്റ്റന്റ് ഏതാണ്? ഓപ്ഷൻസ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഫീനോൾ, ഡെറ്റോൾ, ഹൈപ്പോക്ലോറേറ്റ്. ഹൈപ്പോക്ലോറേറ്റ് ആണ് ആൻസർ വരിക. ഈ സോഡിയം ഹൈപ്പോക്ലോറേറ്റ് ഉണ്ടല്ലോ അത് ബ്ലീച്ച് ആണ്. ഇസ് എ ബെസ്റ്റ് ഡിസ്ഇൻഫെക്റ്റന്റ് ഫോർ ബ്ലഡ് സ്പിൽസ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഹൈ ലെവൽ ഡിസ്ഇൻഫെക്റ്റന്റ് ആണ്. ഇത് നമ്മുടെ ഈ പാത്തോജനോട് വൈഡ് റേഞ്ച് ഓഫ് പാത്തോജനോടൊക്കെ എഗനസ്റ്റ് ആയിട്ട് ഇത് വളരെ എഫക്റ്റീവ് ആണ്. അതുപോലെ HIV, HBV പോലുള്ള ബാക്ടീരിയ, അതുപോലെ ഫംഗൈ, സ്പോർട്സ്, അത് ഈ HIV, HBV എന്ന് പറഞ്ഞ വൈറസ് ആണ് അല്ലേ, ആ വൈറസിനോടൊക്കെ അതിനെ കില്ല് ചെയ്യാനുള്ള ഒരു എഫക്റ്റീവ്നെസ് ഉണ്ട് ഈ ഹൈപ്പോക്ലോറേറ്റിന്. അതുപോലെ ഈ ബ്ലഡ് സ്പിൽസ് 1:10 ഡൈല്യൂഷൻ ആണ്. ഈ സോഡിയം ഹൈപ്പോക്ലോറേറ്റ് 0.5 കോൺസെൻട്രേഷൻ ഇസ് എ റെക്കമെൻഡ് ഫോർ എഫക്റ്റീവ്. ഇതാണ് ആ ഒരു റേഷ്യോ ഉണ്ടാവുമല്ലോ, അത് ഈ റേഷ്യോയിലാണ് മെയിൻ ആയിട്ട് അത് യൂസ് ചെയ്യുന്നത്. ഇതാണ് എഫക്റ്റീവ് ആയിട്ടുള്ള ഡിസ്ഇൻഫെക്ഷൻ. ഇത് ഹൈ ലെവൽ ആയിട്ടുള്ള ഡിസ്ഇൻഫെക്ഷൻ ആണ്. എന്തൊക്കെയാണ് ബാക്ടീരിയ, ഫംഗി, അതുപോലെ തന്നെ ഈ വൈറസ് HBV, ഹെപ്പറ്റൈറ്റിസ് B വൈറസ്, HIV, ഹൈലി അത്രയും ഭയങ്കര സിവിയർ ആയിട്ടുള്ള വൈറസ് ആണ് അല്ലെ, സിവിയർ ഡിസീസ് ഒക്കെ കോസ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ അതിനെതിരെ വരെ ആക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ഹൈ ലെവൽ ആയിട്ടുള്ള ഒരു ഡിസ്ഇൻഫെക്ഷൻ ആണ് ഹൈപ്പോക്ലോറേറ്റ് എന്ന് പറയുന്നത്. ഇനി അതർ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. ഇത് ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഇത് നമ്മൾ ഈ പാത്തോജൻ അതിനൊക്കെ ഒരു എഫക്റ്റീവ് അല്ല. ഓക്കെ, നോട്ട് എഫക്റ്റീവ് അഗൈൻസ്റ്റ് ഓൾ ടൈപ്പ് ഓഫ് പാത്തോജൻസ് എസ്പെഷ്യലി പ്രസൻസ് ഓഫ് ഓർഗാനിക് മാറ്റർ ലൈക്ക് ബ്ലഡ്. അപ്പൊ ഇതുപോലെ ഓർഗാനിക് മാറ്റർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് അത്ര എഫക്റ്റീവ് അല്ല. ഇതൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, അതൊന്നും ഓർത്തിരിക്കുക. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. എന്താണ്? ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ദെൻ ഫിനോൾ എന്താണ്? ഇറ്റ്സ് ഇന്റർമീഡിയറ്റ് ലെവലാണ്, ഹൈ ലെവൽ അല്ല കേട്ടോ. അപ്പൊ ഇന്റർമീഡിയറ്റ് ലെവലാണ്. ലെസ് എഫക്റ്റീവ് അഗൈൻസ്റ്റ് സം വൈറസ്, സ്പോർട്സ് ആൻഡ് നോട്ട് ബെസ്റ്റ് ചോയ്സ് ഫോർ ബ്ലഡ് സ്പിൽസിന് ഡിസ്ഇൻഫെക്റ്റന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര യൂസ് ചെയ്യലില്ല. ദെൻ ഡെറ്റോൾ നമുക്കറിയാം അല്ലേ, കണ്ടെയ്ൻ ക്ലോറോസൈലിനോൾ വിച്ച് ക്യാൻ ബി ആന്റിസെപ്റ്റിക് ആണ്, നോട്ട് ഹൈ ലെവൽ ഡിസ്ഇൻഫെക്റ്റന്റ്, ഇറ്റ്സ് നോട്ട് എഫക്റ്റീവ് ഫോർ ബ്ലഡ് സ്പിൽസിന് ആയിട്ട് ഇത് എഫക്റ്റീവ് ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ഹൈപ്പോക്ലോറേറ്റ് ആണ് ഹൈ ലെവൽ ഓഫ് ഡിസ്ഇൻഫെക്റ്റന്റ് വരുന്നത്. ദെൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്തായിരുന്നു? അതൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഫിനോള് ഒരു ഇന്റർമീഡിയറ്റ് ലെവലാണ്, ഡിസ്ഇൻഫെക്റ്റന്റ് ആണ്. പിന്നെ അതുപോലെ ഡെറ്റോൾ എന്ന അതിൽ ക്ലോറോസൈലിനോൾ ഉണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ് ഡെറ്റോൾ ഉള്ളത് കേട്ടോ. ഓക്കെ, വിച്ച് ഈസ് എൻ ആന്റിസെപ്റ്റിക് ആണത്, അതുകൊണ്ട് ഹൈ ലെവൽ ഡിസ്ഇൻഫെക്റ്റന്റ് അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റെറിലൈസേഷൻ ടെക്നിക് ആർ ഫസ്റ്റ് ഡെവലപ്ഡ് ബൈ. നമുക്ക് ഏത് ഉറക്കത്തിൽ വേണമെങ്കിലും ചോദിച്ചാൽ നമ്മൾ പറയും അല്ലെ, സ്റ്റെറിലൈസേഷൻ ടെക്നിക്സ് ആരാണ് ഡെവലപ്പ് ചെയ്തത്? ലൂയിസ് പാസ്റ്റർ ആണ് അല്ലെ. ബാക്കി ആരൊക്കെ ഉണ്ട് ഇവിടെ? പോൾ എർലിച്ച് ഉണ്ട്, നമ്മുടെ എഡ്വാർഡ് ജെന്നർ ഉണ്ട്, റോബർട്ട് കോച്ച് ഉണ്ട്. പോൾ എർലിച്ച് നമ്മൾ പറഞ്ഞിരുന്നു എന്തായിരുന്നു, നമ്മൾ ആസിഡ് ഫാസ്റ്റ് ട്രെയിനിങ് ഒക്കെ കണ്ടുപിടിച്ച കാര്യമൊക്കെ പറഞ്ഞു അല്ലെ. അതുപോലെ നമ്മൾ എഡ്വാർഡ് ജെന്നർ ആരായിരുന്നു എഡ്വാർഡ് ജെന്നർ? ഫാദർ ഓഫ് വാക്സിനേഷൻ ആണ് അല്ലെ. വാക്സിനേഷൻ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്മോൾ പോക്സ് വാക്സിൻ ഒക്കെ ഫസ്റ്റ് ഡിസ്കവർ ചെയ്തത് എഡ്വാർഡ് ജെന്നർ ആണ്. ദെൻ റോബർട്ട് കോച്ച് ആരായിരുന്നു? നമ്മൾ കോച്ച് പോസ്റ്റ്ലേറ്റ്സ് പഠിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം കണ്ടുപിടിച്ചൊരു 3 കോസറ്റീവ് ഏജൻസ് ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? മറന്നുപോയോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ. എന്തായിരുന്നു? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, അതുപോലെ വിബ്രിയോ കോളറ, ആന്ത്രാക്സ്. അപ്പൊ അതിന്റെയൊക്കെ കോസറ്റീവ് ഏജന്റ് കണ്ടുപിടിച്ചത് ആരാണ്? നമ്മുടെ റോബർട്ട് കോച്ച് ആണ് അല്ലെ. അപ്പോ ഫാദർ ഓഫ് ബാക്ടീരിയോളജി എന്ന് അറിയപ്പെടുന്നത് റോബർട്ട് കോച്ച് ആണ്. ഫാദർ ഓഫ് വാക്സിനേഷൻ ആരാണ്? പോൾ എർലിച്ച് ആണ്. സോറി, എഡ്വാർഡ് ജെന്നർ ആണ്. ലൂയിസ് പാസ്റ്റർ ആരാണ്? ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി ആണ് അല്ലെ. അതാണ് ലൂയിസ് പാസ്റ്റർ. അതുപോലെ പാസ്റ്ററൈസേഷൻ, സ്റ്റെറിലൈസേഷൻ, അതൊക്കെ ഡിസ്ട്രിബ്യൂഷൻ, അതൊക്കെ കോൺട്രിബ്യൂഷൻ നമ്മളെ ലൂയിസ് പാസ്റ്ററിൻ്റെതാണ്. ഇനി നമുക്ക് എക്സ്പ്ലനേഷനിലോട്ട് വരാം.
Louis Pasteur is credited the development of sterilization technique. നമുക്കറിയാം ഹിസ് pioneer in the concept of pasteurization, the method using heat to destroy എന്നാണ് ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ ഈ മിൽക്കിലൊക്കെ ഉള്ളതിനെ കില്ല് ചെയ്യുന്നു, വൈനിലൊക്കെ ഉള്ളത്. വിച്ച് ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ സ്റ്റെറിലൈസേഷൻ ടെക്നിക്. അത് നമ്മളെ വളരെ വലിയൊരു കണ്ടുപിടുത്തത്തിലോട്ട് അത് നയിച്ചു അല്ലെ, മോഡേൺ സ്റ്റെറിലൈസേഷൻ ടെക്നിക്ക്. അദ്ദേഹമാണ് ആ ഫസ്റ്റ് മൂവ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് നമുക്കറിയാം. ഇനി പോൾ എർലിച്ച് നോൺ ഫോർ കീമോതെറാപ്പി ആൻഡ് ഇറ്റ്സ് കോൺസെപ്റ്റ് ഓഫ് മാജിക് ബുള്ളറ്റ് ഫോർ ടാർഗറ്റിംഗ് സ്പെസിഫിക് പാത്തജൻസ്. ഈ മാജിക് ബുള്ളറ്റ് കോൺസെപ്റ്റ് ആരുടെയാണ്? പോൾ എർലിച്ചിന്റെ ആണ്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. മാജിക് ബുള്ളറ്റ് കോൺസെപ്റ്റ് ആരുടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോൾ എർലിച്ച് ആണ്. ദെൻ എഡ്വേർഡ് ജെന്നർ ആരായിരുന്നു? സക്സസ്ഫുൾ സ്മോൾ പോക്സ് വാക്സിൻ അല്ലേ. ഇറ്റ്സ് റിലേറ്റഡ് ടു നമ്മുടെ സ്റ്റെറിലൈസേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തതല്ല. ദെൻ റോബർട്ട് കോച്ച്, അദ്ദേഹം എന്തായിരുന്നു കണ്ടുപിടിച്ചത്? എസ്റ്റാബ്ലിഷ് ദ ജെർം തിയറി ഓഫ് ഡിസീസ്, ഡെവലപ്ഡ് കോച്ച് പോസ്റ്റ്ലേറ്റ്സ്. സ്റ്റെറിലൈസേഷൻ ടെക്നിക്കായിട്ട് ബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ കോച്ച് പോസ്റ്റ്ലേറ്റ്സ് എന്തായിരുന്നു പറഞ്ഞത്? ഈ മൈക്രോ ഓർഗാനിസവും ഡിസീസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പോടെ എസ്റ്റാബ്ലിഷ് ചെയ്തു അല്ലേ. നമുക്കറിയാവുന്നതാണ്, ജസ്റ്റ് ഒന്നുകൂടി ഞാനൊന്ന് റിഫ്രഷ് ചെയ്തെന്നുള്ളൂ. നിങ്ങൾ നല്ല കുട്ടികളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുന്നൊക്കെ എനിക്കറിയാം. ഓക്കെ, ഇനി ഹോൾഡിംഗ് പീരീഡ് ഓഫ് ലബോറട്ടറി ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവിന്റെ ഹോൾഡിംഗ് പീരീഡ് എത്രയാ? 160 ഡിഗ്രി ഫോർ 1 hour, 100 ഡിഗ്രി സെൽഷ്യസ് ഫോർ 20 minutes, 121 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 minutes, 15 LBPS, then 85 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 minutes. ഇതിൽ കേരള PSC കാറ്റഗറി നമ്പർ നോക്കണം. അടിയിൽ നിങ്ങൾ 1, 2, 3, 4 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 2022, 2018, 2016, 2015. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 121 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 minutes അറ്റ് 15 LBPS പ്രഷർ ആണ്. ഓക്കെ, അതെന്ത് മെത്തേഡാണ്? മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ്, സ്റ്റീം അണ്ടർ പ്രഷർ ആണ്. ആൻഡ് സ്റ്റെറിലൈസ് മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ലബോറട്ടറി ഗ്ലാസ് വൈസ്, അതുപോലെ കൾച്ചർ മീഡിയ, അപ്പോൾ അതൊക്കെ നമ്മൾ ടിപ്സ് അതൊക്കെ നമ്മൾ സ്റ്റെറിൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ദി സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ഓഫ് സ്റ്റെറിലൈസേഷൻ ഈസ് ലബോറട്ടറി ഓട്ടോക്ലേവ്. ടെമ്പറേച്ചർ എത്രയാണ്? 121 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഫാരൻ ഹീറ്റ് പറയുകയാണെങ്കിൽ 250 ആണ്. ദെൻ പ്രഷർ 50 PSI, പൗണ്ട് പെർ സ്ക്വയർ ഇഞ്ച് ആണ്. ഹോൾഡിംഗ് ടൈം 15 minutes ആണ്. ഇതൊക്കെ എന്തായിരുന്നു? ഈ 160 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1 hour ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് കേട്ടോ അവിടെ. ഇത് ഹോട്ട് എയർ ഓവന്റെ ആണ്. ഹോട്ട് എയർ ഓവന്റെ എന്തായിരുന്നു? 160 ഡിഗ്രി സെൽഷ്യസില് 1 hour. 170 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ എത്രയാണ്? 30 minutes ആണ്. 180 ആണെങ്കിലോ? 180 ആണെങ്കിൽ എത്രയാണ്? 15 minutes ആണ്. ഓക്കെ, ഒന്നുകൂടി ജസ്റ്റ് നമ്മൾ ഓർത്തുന്നുള്ളൂ. അതർ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 160 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1 hour ഇറ്റ്സ് എ ഡ്രൈ ഹീറ്റ് മെത്തേഡ് ആണ്. ഹോട്ട് എയർ ഓവൻ ഓട്ടോക്ലേവിനായിട്ട് ബന്ധപ്പെട്ടതല്ല. 100 ഡിഗ്രി സെൽഷ്യസ് ഫോർ 20 minutes ആണെങ്കിൽ ഇത് ബോയിലിംഗ് ആണ്. 100 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബോയിലിംഗ് ആണ് അല്ലേ, അത് ഓട്ടോക്ലേവ് അല്ല. 85 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 minutes ആണെങ്കിൽ അത് ഇൻസഫിഷ്യന്റ് ടു കംപ്ലീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ്, അത് ഓട്ടോക്ലേവ് അല്ല. Then next question, all of the following tests are used to detecting efficiency of disinfectant except എന്താണ്? ചിക്ക്-മാർട്ടിൻ ടെസ്റ്റ്, ഇൻ-യൂസ് ടെസ്റ്റ്, കെൽസി സൈക്ക് ടെസ്റ്റ്, അതുപോലെ സെർണീസ് ടെസ്റ്റ്. ഏതാണ് ആൻസർ വരിക? ഈ സെർണീസ് ടെസ്റ്റ് ആണ് അല്ലേ. ബാക്കിയെല്ലാം തന്നെ നമ്മളെ എഫിഷ്യൻസി ഓഫ് efficiency of ഈ ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് റിലേറ്റ് ചെയ്തതാണ്. ദെൻ സെർണി ടെസ്റ്റ് ഈസ് നോട്ട് used for testing of efficacy of disinfectant instead of test of invasiveness of bacteria. എന്താണ്? invasiveness of bacteria, particularly Shigella species, observing the development of keratoconjunctivitis in eyes of and guinea pig. അതിനാണ് ഈ സെർണി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഈ ചിക്ക്-മാർട്ടിൻ ടെസ്റ്റ് നമ്മൾ ആന്റിബയോട്ടിക് ഡെഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാനാണ്. അതുപോലെ ആക്ടിവിറ്റി ഓഫ് പ്രസൻസ് ഓർഗാനിക് മാറ്റർ, അതുപോലെ ഇൻയൂസ് ടെസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഈ ആന്റിബയോട്ടിക്കിന്റെ എഫിഷ്യൻസി എഫക്റ്റീവ്നെസ് ഒക്കെ നോക്കാനാണ് ഈ ആക്ച്വൽ ഇൻയൂസ് റിയൽ കണ്ടീഷൻ യൂസ്. ഇനി കെൽസി ടെസ്റ്റ് സൈക്കിൾസ് ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു സസ്പെൻഷൻ ടെസ്റ്റ് ആണ്. അതുപോലെ ഈ ബാക്ടീരിയസൈഡൽ ആക്ടിവിറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ. അപ്പൊ ഈ പറയുന്ന മൂന്നും നമ്മൾ ആന്റിബയോട്ടിക്കിന്റെ എഫക്റ്റീവ്നെസ് നോക്കാനുള്ളതാണ്. ഈ സെർണി ടെസ്റ്റ് മാത്രമാണ് അല്ലാത്തത്. അതെന്തിനായിരുന്നു? നമ്മുടെ ബാക്ടീരിയയുടെ ഇൻവേസിവ്സ്, ഏതൊക്കെ? ഷിജല്ല സ്പീഷീസിന്റെ, പാർട്ടിക്കുലർലി ഷിജല്ല സ്പീഷീസിനാണ്. അതുപോലെ തന്നെ ഈ കെറാട്ടോ കൺജക്റ്റിവിറ്റീസ് ഈ ഗിനി പിഗിന്റെ ഐസിലുള്ളതൊക്കെ അത് ഒബ്സർവ് ചെയ്യാനൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നു. Then all are correct about autoclave except എന്നാണ് ചോദിച്ചത്. ഓക്കെ, നോക്കാം. യൂസ് ടു സ്റ്റെറൈൽ സർജിക്കൽ ഇൻസ്ട്രുമെന്റ് ഇൻ ഹോസ്പിറ്റൽ. ദെൻ
Option B, sterile condition commonly used 121 degrees Celsius for 15 minutes, 15 pressure. അത് കറക്റ്റ് ആണ് അല്ലേ? ഓപ്ഷൻ സി, spore bacillus atrophies is used to sterilization control. Option D, gravity displacement is type of commonly used laboratories. ഇവിടെ അല്ലാത്തത് ഓപ്ഷൻ സി ആണ്. spore of bacillus atrophies is used to sterilization control. അല്ല അല്ലേ? ഏതായിരുന്നു സ്റ്റെറിലൈസേഷൻ കൺട്രോളിന് വേണ്ടി നമ്മൾ ഓട്ടോക്ലേവിന്റെ എഫക്റ്റീവ്നെസ്സിന് വേണ്ടിയിട്ട് ഏതായിരുന്നു? ജിയോ ബാസിലസ് സ്റ്റീരിയോ തെർമോഫിൽസ് ആയിരുന്നു അല്ലെ? ബാസിലസ് ആന്ത്രോഫീസ് അല്ല. അപ്പൊ ജിയോ ബാസിലസ് സ്റ്റീരിയോ തെർമോഫിൽസ് ആണ് നമ്മൾ യൂസ് ചെയ്ത് വരുന്നത്. നമ്മൾ പറഞ്ഞു ഒരു വയലറ്റ് കളർ ഉണ്ടാവും, അത് നമ്മളത് സ്റ്റെറിൽ ചെയ്ത് നോക്കുമ്പോൾ അത് സ്റ്റെറിലൈസേഷൻ എഫക്റ്റീവ്നെസ് നോക്കുന്നത് അങ്ങനെയാണ്. ഓട്ടോക്ലേവിന്റെ അത് നോക്കുന്നത് നമ്മളിപ്പോൾ അത് കില്ലായിട്ടില്ലെങ്കിൽ മൈക്രോബ്സ് അവിടെ ഉണ്ടെങ്കിൽ അത് യെല്ലോ കളർ ആവും ആഫ്റ്റർ ഇൻക്യുബേഷൻ. അതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ബാസിലസ് ആന്ത്രോഫീസിസ് സ്പോർസ് ആർ ടിപ്പിക്കലി യൂസ് ടു ടെസ്റ്റ് ഡ്രൈ ഹീറ്റ് അല്ലെങ്കിൽ എഥിലീൻ ഓക്സൈഡ് സ്റ്റെറിലൈസേഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോട്ട് സ്റ്റീം സ്റ്റെറിലൈസേഷൻ. ഓട്ടോക്ലേവിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യുന്നത്. അതിന് യൂസ് ചെയ്യുന്നത് ജിയോ ബാസിലസ് സ്റ്റീരിയോ തെർമോഫിലസ് ആണ്. അപ്പോൾ കേരള PC 007/2022 ഇത് ചോദിച്ചിട്ടുണ്ട്. Then disposable plastics are sterilized by ഏതാണ്? ആൽക്കഹോൾ, എഥിലീൻ ഓക്സൈഡ്, ഗ്ലൂട്രാൽഡിഹൈഡ്, ക്ലോറിൻ. നമ്മൾ ആൻസർ വരുന്നത് എഥിലീൻ ഓക്സൈഡ് ആണ്. എഥിലീൻ ഓക്സൈഡ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെത്തേഡ് ഫോർ സ്റ്റെറിലൈസിങ് ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക്സ്, അതുപോലെ സിറിഞ്ചസ്, കാത്തറ്റേഴ്സ്, അതുപോലെ അതർ മെഡിക്കൽ ഡിവൈസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. This because ETO is low temperature gaseous sterilant ആണ്, മേക്കിംഗ് സ്യൂട്ടബിൾ ഫോർ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഈ പ്ലാസ്റ്റിക് പോലെയുള്ള അത്ര സൂട്ടബിൾ ആണ്. ഇനി അതർ മെത്തേഡ് നോക്കുകയാണെങ്കിൽ ആൽക്കഹോൾ സ്റ്റെറിലന്റ് അല്ല, അതൊരു ഡിസ്ഇൻഫെക്റ്റന്റ് ആണ്. ഗ്ലൂട്രാൽഡിഹൈഡ് ആണെങ്കിലും അതൊരു സ്റ്റെറിലൈസേഷൻ ഇൻസ്ട്രുമെന്റിന് യൂസ് ചെയ്യാനാണ്, ഈ ഡിസ്പോസിബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിന് വേണ്ടിയിട്ടല്ല. ദെൻ ക്ലോറിൻ ആണെങ്കിലും ഒരു ഡിസ്ഇൻഫെക്റ്റന്റ് ആണ്, ഈ സ്റ്റെറിലൈസിങ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക്സ് സ്റ്റെറിലൈസ് ചെയ്യുന്നത് എങ്ങനെ വെച്ചിട്ടാണ്? എഥിലീൻ ഓക്സൈഡ് വെച്ചിട്ടാണ്. ETO മറക്കരുത്, ETO അത് ലോ ടെമ്പറേച്ചർ ഗ്യാസസ് സ്റ്റെറിലന്റ് ആണ്. ബാക്കിയൊക്കെ സ്റ്റെറിലന്റ് അല്ല, അത് ഡിസ്ഇൻഫെക്റ്റന്റ് ആണ്. ഈ ആൽക്കഹോൾ ആയിക്കോട്ടെ, ഈ ഗ്ലൂട്രാൽഡിഹൈഡ്, അതുപോലെ ക്ലോറിൻ, അതൊക്കെ ഡിസ്ഇൻഫെക്റ്റന്റ് ആണ്. ഓക്കെ, then glassware containing organic matter is treated with ഓർഗാനിക് മാറ്റർ ഉണ്ടെങ്കിൽ അത് എന്ത് വെച്ചാൽ ട്രീറ്റ് ചെയ്യുക? പൊട്ടാസ്യം ഡൈക്രോമേറ്റ് വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഗ്ലാസ് കണ്ടെയ്നിങ് ഓർഗാനിക് മാറ്റർ ഇസ് കോമൺലി ക്ലീൻഡ് ബൈ യൂസിങ് chromic acid solution which is prepared by dissolving potassium dichromate in concentrated sulfuric acid. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് വെച്ചിട്ട് ഒരു ക്രോമിക് ആയിട്ടുള്ള ഒരു ആസിഡ് സൊല്യൂഷൻ ഉണ്ടാക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ ഗ്ലാസ് വെയർസിലുള്ള ഓർഗാനിക് മാറ്റർ ഒക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ദിസ് സൊല്യൂഷൻ ഈസ് പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, ഈസ് എഫക്റ്റീവ്ലി ബ്രേക്കിംഗ് ഡൗൺ ഓർഗാനിക് റെസിഡ്യൂസ് ഓൺ ഗ്ലാസ് വെയർസ്, മേക്കിംഗ് ഇറ്റ് സൂട്ടബിൾ ഫോർ ക്ലീനിങ്. അപ്പൊ എന്താണ്? പവർഫുൾ ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ഇത്. നമ്മൾ ഈ ഓർഗാനിക് അതുണ്ടല്ലോ, അതിനൊക്കെ എഫക്റ്റീവ്നെസ് ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യും. അതുപോലെ തന്നെ മേക്കിംഗ് സൂട്ടബിൾ ഫോർ ക്ലീനിങ്. ഓക്കെ, നമുക്ക് ഈ സൈഡ് അത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു ഹാൻഡിൽ സൊല്യൂഷൻ വിത്ത് കെയർ ബിക്കോസ് ഇറ്റ്സ് ടോക്സിക് ആൻഡ് ഹൈലി കൊറോസീവ് ആണ്. ടോക്സിക്കും അതുപോലെ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് വെച്ചിട്ടൊക്കെയാണ് അല്ലേ, H2SO4 ഒക്കെ വെച്ചിട്ടാണ് അത് ക്രോമിക് ആസിഡ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഹൈലി കൊറോസീവും ടോക്സിക് ആണ്. അപ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി അതർ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 5% ഓഫ് HCl പ്രൈമർലി യൂസ്ഡ് ഫോർ റിമൂവിംഗ് മെറ്റൽ റെസിഡ്യൂസ് ആൻഡ് മിനറൽ ഡെപ്പോസിറ്റ്. ഓർഗാനിക് മാറ്ററിനല്ല, ഈ മിനറൽ ഡെപ്പോസിറ്റ്സ് അതുപോലെ മെറ്റൽ റെസിഡ്യൂസിനൊക്കെ റിമൂവ് ചെയ്യാനാണ്. ഇനി 2% ഡിറ്റർജന്റ് നോക്കുകയാണെങ്കിൽ ഇത് ജനറൽ ക്ലീനിങ്ങിനാണ് ഡിറ്റർജന്റ് ഒക്കെ യൂസ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ ഈ ടഫ് ആയിട്ടുള്ള ഈ ഓർഗാനിക് റെസിഡ്യൂസിനൊന്നും അത് റിമൂവ് ചെയ്യുന്നില്ല. ദെൻ 2% ഫിനോൾ നോക്കുകയാണെങ്കിൽ അതൊരു ഡിസ്ഇൻഫെക്റ്റന്റ് ആണ്. അത് ഈ ഗ്ലാസ് വെയർസ് പ്രത്യേകിച്ച് ഈ ഓർഗാനിക് റെസിഡ്യൂസ് ഒക്കെ ഉള്ള ഗ്ലാസ് വെയർസിനെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നില്ല. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഡിസ്ഇൻഫെക്റ്റന്റ് ആണ്. അപ്പൊ നമ്മൾ ഗ്ലാസ് വെയർ അതിൽ ഓർഗാനിക് മാറ്റർ ഉണ്ടെങ്കിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ് യൂസ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലാസ്റ്റിക് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്തായിരുന്നു, അത് എഥിലീൻ ഓക്സൈഡ് ആയിരുന്നു അല്ലേ, മറക്കരുത്. നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ കുറച്ച് മുന്നത്തെ കാര്യങ്ങളും കൂടി ഒന്ന് എഥിലീൻ ഓക്സൈഡ് ആയിരുന്നു പ്ലാസ്റ്റിക്കിന്റെ. ഇവിടെ ഓർഗാനിക് മാറ്റർ ഉണ്ടെങ്കിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. ദെൻ ഹോസ്പിറ്റൽ വാർഡ് ആൻഡ് ഓപ്പറേഷൻ റൂം ആർ ഡിസ്ഇൻഫെക്റ്റഡ് ബൈ. ഈ ഹോസ്പിറ്റൽ വാർഡും ഓപ്പറേഷൻ റൂം ഒക്കെ ഇത് 225/2014 ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻസ് UV റേസ് ഉണ്ട്, എക്സ്റേസ്, അതുപോലെ ഗാമ റേസ്, വിസിബിൾ ലൈറ്റ് ഒക്കെ പറയുന്നുണ്ട്. വിസിബിൾ ലൈറ്റ് ഉണ്ട് ഓപ്ഷൻസിൽ. അപ്പോൾ ആൻസർ വരുന്നത് UV റേസ് ആണ്. അൾട്രാ വയലറ്റ് റേസ് എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ UV ലൈറ്റ് ആർ സ്പെസിഫിക്കലി UVC അല്ലെങ്കിൽ UV ലൈറ്റിൽ ABC ഉണ്ട് അല്ലേ, അതിൽ വേവ് ലെങ്ത് ഡിഫറെന്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ UVC വേവ് ലെങ്ത് 200 to 280 നാനോമീറ്റർ ആണ് യൂസ് ചെയ്യുക, കോമൺലി യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് ഡിസ്ഇൻഫെക്റ്റന്റ് ഹോസ്പിറ്റൽ വാർഡ് ആൻഡ് ഓപ്പറേറ്റിംഗ് റൂമിനൊക്കെ
സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൈക്രോബിൽ ഫ്രീ ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത് വരുന്നു. UVC ലൈറ്റ് ഇസ് ഇഫക്റ്റീവ് കില്ലിംഗ് അല്ലെങ്കിൽ ഇനാക്ടിവേറ്റിംഗ് മൈക്രോ ഓർഗാനിസം. ഈ ബാക്ടീരിയ, വൈറസ്, ഫംഗൈ പോലുള്ളത് അത് നമ്മളതിന്റെ DNA അല്ലെങ്കിൽ RNA ഒക്കെ ഡാമേജ് ചെയ്യുന്നു. ദ UV disinfection is not chemical method that can be used in addition to other sterilization technique to maintain the sterile environment in medical settings. ഓക്കെ, അപ്പോൾ ഈ UV disinfection എന്ന് പറഞ്ഞാൽ നോൺ കെമിക്കൽ മെത്തേഡ് ആണ്. ഇത് അഡീഷൻ ടു അതർ സ്റ്റെറിലൈസേഷൻ ടെക്നിക് ആണ്. അത് അതുപോലെ നമ്മളെ മെഡിക്കൽ സെറ്റ് ആ ഒരു നമ്മളെ ഹോസ്പിറ്റൽ ആ ഏരിയ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു സ്റ്റെറൽ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അതർ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എക്സ്റേസ് ആർ നോട്ട് യൂസ്ഡ് ഫോർ ഡിസ്ഇൻഫെക്ഷൻ, ഇസ് പ്രൈമർലി യൂസ്ഡ് ഫോർ ഇമേജ് റേഡിയോഗ്രാഫി. നമുക്കറിയാം എക്സ്റേസ് നമുക്കറിയാം അതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, അല്ലാതെ ഈ സ്റ്റെറിലൈസേഷൻ മെത്തേഡിനൊന്നല്ല യൂസ് ചെയ്യുന്നത്. ഗാമ റേസ് നോക്കുകയാണെങ്കിൽ ദീസ് ആർ യൂസ്ഡ് ടു സ്റ്റെറിലൈസിംഗ് മെത്തേഡ് എക്യുപ്മെന്റ് ദാറ്റ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് അതുപോലെ തന്നെ അതിനൊക്കെയാണ് യൂസ് ചെയ്യുക, അല്ലാതെ ഈ ഹോസ്പിറ്റൽ റൂമൊന്നും ഡിസ്ഇൻഫെക്ട് ചെയ്യാനല്ല യൂസ് ചെയ്യുന്നത്. ദെൻ വിസിബിൾ ലൈറ്റ് ആണെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ സഫിഷ്യന്റ് എനർജി ടു ഡിസ്ട്രോയ് മൈക്രോ ഓർഗാനിസം. നമ്മുടെ വിസിബിൾ ലൈറ്റിന് ഈ മൈക്രോ ഓർഗാനിസത്തെ ഡിസ്ട്രോയ് ചെയ്യാൻ മാത്രമുള്ളൊരു എഫിഷ്യൻസി ഒന്നുമില്ല, സഫിഷ്യന്റ് എനർജി ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഈ ഹോസ്പിറ്റൽ വാർഡ് ഒക്കെ ഓപ്പറേഷൻ റൂംസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ, സ്റ്റെറിലൈസ് ചെയ്യാൻ, ഡിസ്ഇൻഫെക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് UV റേസ് ആണ്. ഗാമ റേസ് എന്തിനായിരുന്നു? ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റിനൊക്കെ ആക്കാനാണ്. എക്സ്റേസ് ആ റേഡിയോഗ്രാഫിക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. Then sterilization method of antibiotic solution. Antibiotic solution നമ്മൾ എങ്ങനെയാണ് സ്റ്റെറിൽ ചെയ്യുന്നത്? ഫിൽട്രേഷൻ വഴിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, നമ്മൾ നേരത്തെ IV സൊല്യൂഷൻ ഒക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ലേ, ഫിൽട്രേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. The filtration is most suitably commonly used to method sterile antibiotic solution. അതുകൊണ്ട് അത് കാരണം ഹീറ്റ് സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വളരെ ചെറിയൊരു പോർ സൈസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളത് ഫിസിക്കലി ആ മൈക്രോ ഓർഗാനിസം ഒക്കെ നമ്മൾ ഹീറ്റ് ഒന്നും അപ്ലൈ ചെയ്യാതെ, കാരണം അതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ ഒന്നും മാറ്റം വരാതെ നമ്മൾ അതിനെ ഫിൽട്ടർ ചെയ്ത് എടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കെമിക്കലി സ്റ്റേബിൾ ആയിരിക്കും, അതിന്റെ എഫക്റ്റീവ്നെസ് ഒക്കെ പ്രോപ്പറായിട്ട് റിമെയിൻ ചെയ്തു. കാരണം ഹീറ്റ് വെച്ച് ട്രീറ്റ് ചെയ്തിട്ട് അങ്ങനെ അതിന്റെ കോമ്പോസിഷൻ ഒന്നും മാറുന്നില്ല, അതിന്റെ എഫക്റ്റീവ്നെസ് അതേപോലെ തന്നെ കിട്ടും. ഇനി അൾട്രാസോണിക് വൈബ്രേഷൻ, നമുക്ക് അടുത്ത ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ ജസ്റ്റ് നോക്കാം. അൾട്രാസോണിക് വൈബ്രേഷൻ ആണെങ്കിൽ അതൊരു സ്റ്റെറിലൈസേഷൻ മെത്തേഡ് അല്ല, ഇത് ക്ലീനിങ് ക്ലീനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ മൈക്രോ ഓർഗാനിസം അത്ര എഫക്റ്റീവ് ആയിട്ടാണ് കില്ലൊന്നും ചെയ്യുന്നില്ല. ഇൻസുബിസേഷൻ നമ്മൾ പറഞ്ഞിരുന്നു, ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് മോയിസ്റ്റ് സ്റ്റെറിലൈസേഷൻ ആണ്. ഹീറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള മീഡിയം, അതായത് എഗ് ബേസ്ഡ് മീഡിയമൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഇത് ഈ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഈ ആന്റിബയോട്ടിക് സൊല്യൂഷനൊക്കെ അങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല, കാരണം അത് അൺസൂട്ടബിൾ ആണ്. ദെൻ റേഡിയേഷൻ നോക്കുകയാണെങ്കിൽ വെൽ റേഡിയേഷൻ ക്യാൻ സ്റ്റെറിലൈസ്, ഇറ്റ്സ് നോട്ട് സൂട്ടബിൾ ഫോർ ആന്റിബയോട്ടിക് സൊല്യൂഷൻ ബിക്കോസ് ഇറ്റ്സ് ആൾട്ടർ ദ കെമിക്കൽ സ്ട്രക്ചർ ആൻഡ് ഇഫക്റ്റീവ്നെസ് ഓഫ് ആന്റിബയോട്ടിക്. ഇപ്പോൾ റേഡിയേഷൻ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ആന്റിബയോട്ടിക്കിന്റെ സ്ട്രക്ചർ, കോമ്പോസിഷൻ അതൊക്കെ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്, ഹീറ്റ് ചെയ്യുമ്പോഴും ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫിൽട്ടർ ചെയ്ത് വളരെ ചെറിയ പോർ സൈസ് ഒക്കെ വെച്ച് നമ്മൾ അതിനെ പ്രത്യേകിച്ച് അതിന്റെ എഫക്റ്റീവ്നെസ്സും കോമ്പോസിഷനും ഒന്നും മാറാത്ത രീതിക്ക് നമ്മൾ അതിനെ ഫിൽട്ടർ ചെയ്ത് എടുക്കുന്നു, സ്റ്റെറിലൈസ് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റെറിലൈസേഷൻ, ഡിസ്ഇൻഫെക്ഷൻ ആണ് പഠിച്ചത്. അതുപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ പഠിച്ചു. നമ്മൾ ഒരു ലാബിലോട്ട് കിടക്കുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട ഒരു സ്റ്റെറിലൈറ്റ്, നമ്മൾ ആ വർക്ക് ബെഞ്ചസും നമ്മുടെ എക്യുപ്മെന്റ്സും ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യേണ്ടതും ഡിസ്ഇൻഫെക്ട് ചെയ്യേണ്ടതും നമ്മൾ പഠിച്ചു. അതുപോലെ നമ്മൾ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രോപ്പറായിട്ട് ആ വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യണം. അപ്പൊ അതിനുള്ള പ്രോപ്പർ ബാഗുകളും അതിൽ എന്തൊക്കെയാണുള്ളതും അതിന്റെ പ്രോപ്പർ ട്രീറ്റ്മെന്റ്, ഡിസ്പോസലൊക്കെ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ റിവിഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. എജുസ് ടീം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം പോലും നിങ്ങൾ വിടാതെ എല്ലാ ക്ലാസ്സും നിങ്ങൾ സെൽഫ് റിവിഷനും ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മളെ ക്ലാസ്സും നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്, അതോടൊപ്പം ചെയ്തു പോവുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക് യു.